നമസ്കാരം. ഫ്രൈഡേ ഓപ്പൺ ഹൗസിലേക്ക് സ്വാഗതം. ഫ്രൈഡേ ഓപ്പൺ ഹൗസിലേക്ക് ആദ്യമായി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട്, ഇത് നമ്മുടെ ഒരു ആഗോള കൂട്ടായ്മയാണ്. ഇതുപോലെ ലോകത്ത് ഒരുപാട് ആഗോള മലയാളി കൂട്ടായ്മകളുണ്ട്. അതിലൊന്നാണ് ഞങ്ങളും. ഇത് 66ാമത്തെ ആഴ്ചയാണ് ഞങ്ങളിങ്ങനെ കൂടുന്നത്. അപ്പോൾ കാനഡ മുതൽ ഓസ്ട്രേലിയ വരെയുള്ള വിവിധ രാജ്യങ്ങൾ, അത്രയും വിസ്താരമായി കിടക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നും മലയാളികൾ ഇങ്ങനെ കൂടാറുണ്ട്. ഞങ്ങളിങ്ങനെ വെറുതെ തുടങ്ങി നോക്കിയതാണ്, പക്ഷെ അത് നന്നായി പോകുന്നതുകൊണ്ട് തുടരുകയാണ്. അത് നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഒരുപാട് ജീവിത വിജയം കൊയ്ത മലയാളികൾ, അവരെ നമുക്ക് സമയം തരാൻ സന്മനസ്സുള്ള അത്തരം മലയാളികളെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് പരിചയപ്പെടുത്തുക, അവരുടെ ജീവിത കഥകൾ അറിയുക. ആ കഥകളിൽ നിന്ന് ഊർജം കൊള്ളാനും ആവേശം കൊള്ളാനും ഒക്കെ കഴിയുന്ന ഒരുപാട് യുവാക്കളും സാധാരണ മറ്റു പ്രായക്കാരുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് കേൾക്കാൻ വേണ്ടി ഇത്തരം ജീവിത വിജയഗാഥകളുള്ളവരുടെ കഥകൾ പറയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അത് മിക്കവാറും മലയാളികൾ തന്നെയാണ് നമ്മൾ ഈ പരിപാടിയിൽ അതിഥികളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് ഡോക്ടർ സന്തോഷ് ബാബു ആണ്. ഡോക്ടർ സന്തോഷ് ബാബു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിസിൻ പഠിച്ച് ഡോക്ടറായതിനു ശേഷം IAS നേടുകയും തമിഴ്നാട്ടിൽ വ്യത്യസ്ത IAS പദവികളിലിരിക്കുകയും IT-യുടെയൊക്കെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ജോലി ഉപേക്ഷിച്ചിട്ട് ശ്രീ കമലഹാസൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുക, അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി, ഹെഡ്ക്വാർട്ടർ സെക്രട്ടറി ആകുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സിവിൽ സർവീസ്, അതിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ഒരു സർവീസിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ കേരള ഗവൺമെൻറ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള K-ഫോൺ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തങ്ങളുള്ള പ്രസ്ഥാനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ അതാണ് ചുരുക്കി എനിക്ക് പറയാനുള്ളത്. പിന്നെ സന്തോഷ് ബാബുവിനെ എനിക്ക് ചെറുപ്പത്തിലേ അറിയാം. ഞങ്ങൾ ഒരേ സമയത്ത് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിരുന്ന ആളാണ് സന്തോഷ് ബാബു. പക്ഷെ അതല്ല ഇവിടെ കൊണ്ടുവരാൻ കാരണം, സന്തോഷ് ബാബുവിന് കിട്ടിയിട്ടുള്ള അവാർഡുകളും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കിട്ടിയിട്ടുള്ള അവാർഡുകൾ, കളക്ടറായിരിക്കുമ്പോൾ തന്നെ ഏറ്റവും നല്ല കളക്ടറായിട്ട് കിട്ടിയ അവാർഡുകൾ, പിന്നെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ, വളരെ മോട്ടിവേറ്റഡായിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ, IAS ഉപേക്ഷിച്ചെങ്കിലും ആ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ജീവിതത്തിൽ പുതിയ മേഖലകളിൽ പരീക്ഷ നടത്തിയിട്ടുള്ള ആൾ. MBBS കഴിഞ്ഞിട്ട് IAS എഴുതുന്നത് തന്നെ ഒരു വലിയ പരീക്ഷണമാണ്. അദ്ദേഹം ആരും തയ്യാറാകാത്തൊരു പരീക്ഷണം. അപ്പോൾ നടത്തിയ പരീക്ഷണങ്ങളിലൊക്കെ വിജയിക്കുകയും തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് പരാജയം ഉണ്ടായത്. പക്ഷേ ഞാനത് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ വോട്ടുകളല്ല പരാജയവും വിജയവും ജീവിതത്തിൽ നിശ്ചയിക്കുന്നത് എനിക്കും അറിയാം. അതുകൊണ്ട് അതൊരു പരാജയമായി കാണില്ല, അത് പുതിയ അനുഭവമാണ്. അപ്പോൾ അത്തരത്തിൽ ജീവിതത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വളരെ സമർത്ഥനായ ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ സന്തോഷം, നമുക്ക് വലിയ സന്തോഷം പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ വീണ്ടും കാണാൻ, നമുക്ക് നേരിട്ടും കാണണം, ഇങ്ങനെ മാത്രം കണ്ടാൽ പോരാ, ഞാൻ ഓഫീസിലേക്ക് വരാൻ കാണാനായിട്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇനി അടുത്തൊരു 20-25 മിനിറ്റോളം സന്തോഷ് ബാബു സംസാരിക്കും. താങ്കളുടെ ജീവിതയാത്ര, പിന്നെ മറ്റുള്ളവർക്ക് കേൾക്കാൻ കൗതുകമുള്ള കാര്യങ്ങൾ, അതൊക്കെ പറയുന്ന രീതിയിലേക്കും. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിലേക്ക് നമ്മുടെ സന്തോഷ് ബാബുവിൻ്റെ കഥാകഥനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ കോ-ഹോസ്റ്റ് ഡോക്ടർ ഷിറാസ് ബാവയുണ്ട്. അദ്ദേഹം PhD ഡോക്ടറാണ്. ഞങ്ങൾ രണ്ടുപേരും ഇത് തുടക്കം തൊട്ടേ നടത്തിക്കൊണ്ടു പോകുന്നത്. ഷിറാസ്, എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ പരിചയക്കാരുമാണല്ലോ. അതെ, ഞങ്ങളുടെ പ്രോജക്റ്റില് സാറ് ഇത് എടുത്തിട്ടുണ്ട്. ലൈവില് പുത്രനോടൊപ്പം ഇത് കോ-ഫൗണ്ടറാണ് ഞാൻ. ഇത് വളരെ സാറിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത്, നിസ്വാർത്ഥമായി വളരെ കൃത്യനിഷ്ഠതയോടെ ഈ ഒരു IAS ഓഫീസേഴ്സിന്റെ വ്യത്യസ്തനായ ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഞങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ളത്. അതുകൂടാതെ ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം അടക്കം ഏറ്റവും കമ്മിറ്റഡ് ലീഡർഷിപ്പ് ആണെന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വമാണ്. ഇന്ന് ഇപ്പൊ കേരളത്തിലെ ഒരു ICT ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റെവല്യൂഷനിലെ ഏറ്റവും വലിയ സ്റ്റെപ്പായിട്ടുള്ള K-ഫോണിന്റെ നേതൃത്വമാണ് അങ്ങ് ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു പുതിയ ലിറ്ററസി, ഇതിനൊക്കെ ശേഷം ഈ ലിറ്ററസിക്കൊക്കെ ശേഷം, അക്ഷയക്കൊക്കെ ശേഷം ഏറ്റവും വലിയ റെവല്യൂഷനാണ് നടക്കാൻ പോകുന്നത്. 20 ലക്ഷത്തോളം പേർക്ക് BPL ഉള്ളവർക്ക് കണക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല. സാറിന് ഇതിനെല്ലാം ഈ പരിപാടിയിലേക്ക് എല്ലാ ഞങ്ങളുടെ സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഇതിന്റെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങളും ചോദിക്കാനുള്ള അവസരമാണ്. താങ്ക് യു സർ. സന്തോഷ്, ഇനി സന്തോഷിന് തുടങ്ങാം. മൈക്ക് സന്തോഷിന്റെയാണ്.
മൈക്ക് മ്യൂട്ടഡ് ആണ് കേട്ടോ സന്തോഷ്, ശബ്ദമില്ല. എല്ലാവർക്കും നമസ്കാരം. ഫ്രൈഡേ ഓപ്പൺ ഹൗസ് ഡോക്ടർ ലാൽ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലോടി വന്നത്, ലാൽ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ അല്ലാത്ത ഒരു സ്റ്റുഡൻറ് ലീഡറാണ്. ഞങ്ങളുടെയൊക്കെ ഒരു അഭിമാനവും ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ് ലീഡറിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് മുതൽ ഒരു ആരാധ്യ പുരുഷൻ എന്ന രീതിയിൽ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഡോക്ടർ ലാൽ. അദ്ദേഹം എപ്പോഴും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. And I've always been telling my family and all, ഡോക്ടർ ലാൽ ഇലക്ഷൻ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ആകും എന്നൊക്കെ ഞാൻ പണ്ട് കാലത്തിൽ, അത് പിന്നെ ഓൾമോസ്റ്റ് റിയാലിറ്റി ആയ ഒരു സമയം വന്നു. അപ്പം I was not far away from that truth that's likely to happen in the future. അപ്പം ഡോക്ടർ ലാൽ എന്ന ഒരു പ്രതിഭാസം എന്നെ വിളിക്കുമ്പോൾ, I mean, it's a privilege. So without any adose, I said yes. ആൻഡ് അതിൻ്റെ കൂടെ ഡോക്ടർ ഷിറാസ് എന്നെ ഇങ്ങനെ വെർച്വലായിട്ടെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് മിസ്റ്റർ ബ്രഹ്മപുത്രൻ എപ്പോഴും പറയാറുണ്ട്, ആൻഡ് ഐ ഹവ് സീൻ ദി വെബ്സൈറ്റ്, എനിക്ക് ഫേസ് കണ്ടുകൊണ്ടേ മനസ്സിലായി. സോ ആൻഡ് ലോട്ട് ഓഫ് അതേഴ്സ് ഹു ആർ ജോയിൻ ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. വളരെ സന്തോഷം. ഐ ഡോണ്ട് നോ ഹൗ ടു സ്റ്റാർട്ട്, ബിക്കോസ് ജനറലി ഈ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് എൻ്റെ മലയാളത്തിൽ കുറെ തമിഴ് വരും, അപ്പം നിങ്ങൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ബിക്കോസ് ലാസ്റ്റ് 27 years ഞാൻ തമിഴ്നാട്ടിലായിരുന്നു. കൂടുതലും ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന തമിഴാണ്. ഇപ്പോഴും എൻ്റെ മീറ്റിംഗ്സിലൊക്കെ ഞാൻ തമിഴ് കലർന്ന് സംസാരിക്കുമ്പം ആൾക്കാരിങ്ങനെ അമ്യൂസ്ഡ് ആകാറുണ്ട്. ഇരുന്നാലും ലെറ്റ് മീ ഗിവ് ഇറ്റ് ആൻ അറ്റംപ്റ്റ് ടുഡേ. സോ ഡോക്ടർ ലാൽ പറഞ്ഞ പോലെ ട്രിവാൻഡ്രം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിച്ചു. അത് കഴിഞ്ഞ് മാറി വെനസ് കോളേജിൽ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ മെഡിസിൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് IAS വന്നു. ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു സെർവ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മളെല്ലാം വി ആർ ഓൾ ലുക്കിംഗ് ഫോർ സംതിങ് ലൈക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ അറ്റ് സം പോയിന്റ് ഇൻ ടൈം. നമ്മൾ ആദ്യമേ IAS കിട്ടണമെന്നാണ്, അല്ലെങ്കിൽ മെഡിസിൻ കിട്ടണമെന്നാണ് ആദ്യമേ ഉള്ളൊരു ആഗ്രഹം. അതൊരു വളരെ സെൽഫിഷ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ആ സമയത്ത്. അത് കിട്ടിയേ ആകൂ. ആൻഡ് ഐ പേഴ്സണലി ഫീൽ ദാറ്റ് നമ്മൾ പഠിക്കുന്നവരെ വി ആർ ഓൾ ടേക്കേഴ്സ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞ ഒരു സിറ്റുവേഷനിൽ എത്താൻ പറ്റുകയാണെങ്കിൽ അവിടുന്ന് നമ്മൾ ഒരു കംപ്ലീറ്റ് ഗിവറായി മാറുകയാണ് വേണ്ടത്. അതാണ്. സോ ദിസ് പ്രിപ്പറേറ്ററി ഫേസ്, എഡ്യൂക്കേഷൻ ഫേസ്, അതൊരു ടേക്കിങ്ങിന്റെ ഫേസ് ആണ്. ദാറ്റ് ഈസ് വി ടേക്ക് ലവ്, അഫെക്ഷൻ, മണി, എവറിത്തിങ് ഫ്രം അവർ പേരൻസ്, ഫ്രം അവർ പിയേഴ്സ്, ഫ്രം അവർ ഫ്രണ്ട്സ്, only to keep it as a bank balance and give it later to the society. അപ്പം ഈ പൊസിഷൻസ് IAS ആയാലും ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും ഒക്കെ തരുന്നത് നമുക്ക് മറ്റുള്ളവരെ സെർവ് ചെയ്യാനാണ്. സോ നമ്മൾ കോൺഷ്യസ്ലി സബ് കോൺഷ്യസ്ലി നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല പൗഡറൊക്കെ ഇട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ വാട്ട് വി ഷുഡ് റിയലൈസ് ഇസ് ദാറ്റ് 99% ഓഫ് ദ ടൈം നമുക്ക് വേണ്ടിയല്ല ഒരു കാര്യം ചെയ്യുന്നത്. അന്നത്തെ ഹോൾ ഡേ നമ്മൾ ചിലവാക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഐ കീപ് ഗിവിംഗ് ദ എക്സാമ്പിൾ ഓഫ് സലൂണിലെ ആള് മുടി വെട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ മുടിയല്ല വെട്ടുന്നത്, അത് somebody's hair is cutting and getting a smile. Or dentist ആണെങ്കിൽ dentist doesn't pluck his own tooth, he plucks somebody else's tooth and gets that happiness. What I'm trying to say is നമ്മൾ ഈ ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് വേണ്ടിയല്ല. സോ അത് നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ we can do it with a lot of elan and മറ്റുള്ളവരുടെ ലൈഫ്സിൽ കുറെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. എസ്പെഷ്യലി ഈ ലീഡർഷിപ്പ് പൊസിഷൻസിൽ ഇരിക്കുന്നവർക്ക് I think if they realize that they can make a huge difference to the lives of people, that would be very useful. നമുക്ക് ഈ പൊസിഷൻസിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ടെംപ്ടേഷൻ ആണ്. ബിക്കോസ് നമ്മുടെ ഈ ഗവൺമെന്റിൽ പറയല്ലേ, ഫയലുകൾ ഡീൽ ചെയ്യുന്നതാണ് ഗവൺമെന്റിലെ ഏറ്റവും വലിയ. ഗവൺമെന്റിൽ 3 കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. ഞാൻ പറയുന്നത്, ഒന്ന് ഗവൺമെന്റ് ചെയ്യുന്നത് നയം, രണ്ടാമത് ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ ഫയലുകൾ മൂവ് ചെയ്യുക, ആ ഫയലുകൾ മൂവ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സർവീസസ് മനുഷ്യന് കിട്ടുക. ഇത് 3ആണ് ഗവൺമെന്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു IAS കിട്ടിയാൽ ഒരു ഡോക്ടർ ആകാനുള്ള എഞ്ചിനീയർ ആകുമ്പോൾ ഇറ്റ്സ് നോട്ട് ഫോർ ourselves that we are existing. അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ വരണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ബിക്കോസ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഐ കീപ് സീയിങ് ലോട്ട് ഓഫ് IAS ഓഫീസേഴ്സ്, അവർ റിട്ടയർ ഒക്കെ ആയി കഴിയുമ്പോൾ പറയും, അയ്യോ ഇങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു. ഇപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾ അവിടെ ഇരുന്നിപ്പോ എന്താ ചെയ്തത് എന്നാണ് എന്റെ ചോദ്യം. അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പല കാര്യങ്ങളാണ്. അത് പൊളിറ്റിക്സിലായാലും ഗവൺമെന്റിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും എല്ലാത്തിലും ആ ഒരു കൃത്യനിഷ്ഠത മാത്രമല്ല, അതിൽ ഓണസ്റ്റി മാത്രമല്ല, ദി ഫാക്ട് ദാറ്റ് നമ്മുടെ കയ്യിൽ കുറച്ച് പവറും കുറച്ച് അധികാരവും കുറച്ച് പണവും ഇതൊക്കെ തന്നിരിക്കുന്നത്
മറ്റുള്ളവർ സെർവ് ചെയ്യും. സോ അതായിരുന്നു എൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും നമ്മൾ വിചാരിക്കും, നിങ്ങളൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, അബ്രോഡൊക്കെ നമ്മളൊക്കെ ട്രാവൽ ചെയ്തതാണ്. അവിടുത്തെ രാജ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാകാൻ പാടില്ല ഇങ്ങനെയെന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ട് അവരുടെ ആൾക്കാർ മാത്രം ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എൻജോയ് ചെയ്യുന്നു, അല്ലെ എൻജോയ് ചെയ്യണം, നമ്മുടെ ആൾക്കാർ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു സെക്കൻഡ് തോട്ട് പ്രോസസ്. സോ അതിൽ ഈ റോൾ ഓഫ് ദി പൊളിറ്റീഷ്യൻ, റോൾ ഓഫ് ദി IAS ഓഫീസർ ഇസ് വെരി വെരി ക്രിട്ടിക്കൽ. അവിടെ നമ്മൾ ഇപ്പം പലവരും പല വിസിറ്റ്സിനൊക്കെ വെളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അതൊന്നും ചെയ്യുന്നില്ല. സോ മൈ ഡ്രൈവ് ഹാസ് ബീൻ ടു യൂസ്, because I believe that technology is the only weapon with which you can change or transform. ആ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയത് ഒരു ലീഡർഷിപ്പാണ്. ഡോക്ടർ ലാലിനെ പോലെ, അല്ലെങ്കിൽ ഡോക്ടർ ഷിയാസിനെ പോലെ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഹരീഷ് ആയാലും സജു ആയാലും മുരളി ആയാലും, all the audience were all leaders in their own rights. നമ്മൾ തീരുമാനിക്കേണ്ടത് how do we transform this society. ഞാൻ അതിനൊരു ചെറിയ ഒരു സ്ലൈഡ് പ്രസന്റേഷൻ ഉണ്ട്. ലാൽ, അതിന് ഞാൻ ഒരു 10-15 സ്ലൈഡ് ഉണ്ട്, അത് കാണിക്കാവോ? ഞാനത് കാണിച്ചോട്ടെ. Is it possible that I can do that? Can I share slides? ലാലിന്റെ മ്യൂട്ട് ആണ്. Yeah, we have made you a co-host. Yeah. You can share it. Yeah. സോ ഇത് ഞാൻ കുറച്ച് ഈ US ഒന്ന് പഠിച്ച്, ഹാർവർഡ് കെന്നഡി സ്കൂളിലൊക്കെ ഒന്ന് പഠിച്ചിട്ട് തിരിച്ചു വന്ന് ഞാനൊരു ചെന്നൈ കോർപ്പറേഷൻ കമ്മീഷണർ ആകുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. ചെന്നൈ കോർപ്പറേഷൻ ക്യാൻ ബി മെയ്ഡ് എ വേൾഡ് ക്ലാസ് സിറ്റി എന്നൊക്കെ വിചാരിച്ച് ഞാൻ വന്നപ്പോൾ എന്നെ അവർ പിടിച്ച് ഒരു ചെറിയ കോർപ്പറേഷനിൽ, തമിഴ്നാട് ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ കൊണ്ടിരുത്തി 4 വർഷം. ജനറലി ദീസ് ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ഒരു പണിഷ്മെന്റ് പോസ്റ്റാണ്. അപ്പം ഈവൻ ദി ബെസ്റ്റ് ഓഫീസേഴ്സ് അവിടെ പാർക്ക് ചെയ്യാറുണ്ട്. അവിടെ പാർക്ക് ചെയ്ത് കുത്തിയിരുത്തി വെക്കും ഒരു 1-2 വർഷം കഴിഞ്ഞ്, പിന്നെ വേറൊരു പോസ്റ്റ് കൊടുക്കാനായിട്ടാണ്. അപ്പം ഈ ജനറലി IAS ഓഫീസേഴ്സ് അങ്ങനെ അവിടെ ജോലി ചെയ്യാറില്ല. അവർ ശമ്പളമൊക്കെ മേടിക്കും, ഇങ്ങനെ വീട്ടിൽ കൊണ്ട് ഫയൽ സൈൻ ചെയ്യും എന്നല്ലാതെ വലിയ ചേഞ്ചസ്. പക്ഷേ ദ പോയിന്റ് ഇസ് ദാറ്റ് ദീസ് ആർ ഓൾ കാർഡ് പോസ്റ്റ്. ഈ കാർഡ് പോസ്റ്റിന് ഹാൻഡിക്രാഫ്റ്റ്സ് ആയാലും ഇൻഡസ്ട്രീസ് ആയാലും ഇൻഫർമേഷൻ ടെക്നോളജി ആയാലും അതിനൊക്കെ ഓരോ ക്ലയന്റിലുണ്ട്, ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹാൻഡിക്രാഫ്റ്റ്സ് ആണെങ്കിൽ നമുക്ക് ആർട്ടിസാൻസ്, ഇപ്പൊ തമിഴ്നാട് ഒരു 1 lakh ആർട്ടിസാൻ ഉണ്ട്. ആർട്ടിസാൻ ഫാമിലീസ് ആണ്. അവർ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ വാട്ട് ദേ ഡു ജനറലി ഈസ്, അവർ 100 രൂപയുടെ സാധനം ഉണ്ടാക്കിയിട്ട് 150 രൂപയ്ക്ക് വിൽക്കും. പക്ഷെ ഇതിലൊരു മിഡിൽ മാൻ്റെ ഒരു കളിയുണ്ട്. ഈ ആൾ 150 രൂപയ്ക്ക് മേടിച്ച് 1000 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെയാണ്. അപ്പം ജനറലി ദേ ലൂസ് ഇൻ ദിസ് പ്രോസസ്. അപ്പം ആർട്ടിസാൻസ് ഒക്കെ ഒരു സബ്ലിമിനൽ ലെവൽ ഓഫ് എക്സിസ്റ്റൻസ് ആണ്. അപ്പൊ അവരുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ആഡംബരം ഒന്നും കാണത്തില്ല. പക്ഷെ ദേ കീപ് ക്രിയേറ്റിംഗ് സം ഓഫ് ദ മോസ്റ്റ് എക്സ്ക്വിസിറ്റ് ഐറ്റംസ് ആണ് അത്. അപ്പം ഞാൻ ഈ ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ പോയപ്പോൾ 1973 ക്രിയേറ്റ് ചെയ്ത കോർപ്പറേഷനാണ്. 2014 ഞാൻ അവിടെ വന്നു. അപ്പം ജനറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. ഒരു 250 എക്സിബിഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു 12 ഷോറൂംസ് വഴി, കൽക്കട്ട, ഡൽഹി, ബാംഗ്ലൂർ ഒക്കെ ഷോറൂംസ് വഴി വയ്ക്കുന്നു. ഒരു 30 crores ടേൺ ഓവർ ആണ് ഇരുന്നത്. ഒരു 29 lakhs പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു മനസ്സിൽ വന്നത്, വൈ കാണ്ട് വി ട്രാൻസ്ഫോം ദിസ് കോർപ്പറേഷൻ ആയിരുന്നു. അപ്പം അവിടെ നമ്മൾ യൂസ് ചെയ്തത് ടെക്നോളജിയാണ്. അപ്പം ഞാൻ ഇതിനെ അഡ്മിനിസ്ട്രേഷനും മാർക്കറ്റിംഗും പ്രൊഡക്ഷനും ഡിസൈനിങ്ങിലും, ദീസ് ആർ ദ 4 pillars that I selected to transform. അപ്പം ഈ സെയിം ടീമാണ്, നമ്മുടെ സെയിം പൊളിറ്റീഷ്യൻ, സെയിം ടീം, എല്ലാം സെയിം ആണ്. ഇത് വെച്ച് എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു. അപ്പൊ ഞാൻ അതിന് പറയുന്നത് വെച്ചാൽ, ഒരു ലീഡർഷിപ്പ് ഇസ് കമ്മ്യൂണിക്കേറ്റിംഗ് എ കമ്പല്ലിംഗ് ആസ്പിറേഷൻ. ഒരു വലിയ വിപ്ലവം അല്ലെങ്കിൽ വലിയ മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഈ ലീഡർഷിപ്പ് ഇരിക്കുന്ന ആൾക്കാർ ആ വലിയൊരു ആശയം കൊണ്ടുവരാൻ പറ്റി, അവരെ അത് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ചെറിയ സ്റ്റാർട്ട് ആകും. അപ്പൊ ഞാൻ ഫസ്റ്റ് യൂഷ്വലി വെൻ ഐ സ്റ്റാർട്ട് ഓഫ് ഇൻ എ ഗവൺമെന്റ് ഓഫീസ്, അവിടുത്തെ എല്ലാ പ്യൂൺ മുതൽ എല്ലാവരുമായിട്ട് സംസാരിക്കും. ഐ ജസ്റ്റ് കീപ് ഹിയറിംഗ് ദം because I feel that ഈ ലീഡർഷിപ്പിന്റെ ഫസ്റ്റ് L is being a good listener. അപ്പോൾ ഒരു ലീഡർ അവിടെ ചുമ്മാ കുത്തിയിരുന്നതെല്ലാം കേൾക്കണം. അതിൽ എൻ്റെ ഡ്രൈവർ തന്ന ഒരു ഐഡിയ ഞാൻ ഒരു 3 കോടി പ്രോജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഗവൺമെന്റ് പൈസ തരാതെ, പിന്നെ നബാർഡിന്റെ ലോൺ എടുത്ത്, നബാർഡിന്റെ ലോണിങ് യൂസ് ചെയ്യാതെ എൻ്റെ ഓഫീസിന്റെ ഒരു വേൾഡ് ക്ലാസ് ഓഫീസാക്കി മാറ്റി. എൻ്റെ ഡ്രൈവറിന്റെ ഐഡിയ ആണ്, എൻ്റെ ഐഡിയ ഒന്നുമല്ല. ബട്ട് ബീങ് എ ഗുഡ് ലിസണർ ഹാസ് ഹിസ് ഓൺ അഡ്വാൻറ്റേജസ്. ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാനതിന് ഇത് കൊടുത്തു, ചുക്കാൻ പിടിച്ചു എന്നല്ലാതെ
അവരാണ് അത് കൂടുതലും ചെയ്തത്. ടീം വർക്കാണ് മോസ്റ്റ്ലി. സോ ഈ അഡ്മിനിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഓഫീസ് എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ 2000 ഞാൻ ഇന്ത്യയിലെ മേ ബി ഫസ്റ്റ് പേപ്പർലെസ് ഓഫീസ് ഞാനായിരിക്കും ക്രിയേറ്റ് ചെയ്തത്, തമിഴ്നാട് കോർപ്പറേഷൻ ഫോർ ഡെവലപ്മെന്റ് ഓഫ് വിമനിൽ. അത് കഴിഞ്ഞ് എല്ലാ ഓഫീസും പേപ്പർലെസ് ഓഫീസായിട്ട് കൺവേർട്ട് ചെയ്ത് പോകുമായിരുന്നു. അപ്പൊ ഞാൻ പേപ്പർ അധികം യൂസ് ചെയ്യാത്ത മനുഷ്യൻ, പേപ്പർ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, ഒരു ഫയലിന്റെ അടിയിൽ അല്ലെങ്കിൽ ഫയലിന്റെ അകത്ത് ഒരാളുടെ സന്തോഷവും സങ്കടവും ഒക്കെ അടങ്ങിയതാണ്. അപ്പൊ അത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്താൽ അത് ഫിസിക്കലായിട്ട് ഇരിക്കുമ്പം ഫാസ്റ്റായിട്ട് മൂവ് ആകത്തില്ല. ഫിസിക്കലായിട്ട് ഓൺലൈനായിട്ടായിരുന്നു, പിന്നെ ഓട്ടോ എസ്കലേഷൻ ഒക്കെ കൊണ്ടുവരുമ്പോഴാണ് അത് ഫാസ്റ്റായി മൂവ് ചെയ്യുന്നത്. അപ്പം അവിടെ ഒരു വെബ്സൈറ്റ് ഇല്ലായിരുന്നു. പിന്നെ അവിടെ ഈ ഓഫീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞങ്ങൾ യൂസ് ടു ടേക്ക് 40 to 42 days ഫോർ ആൻ ആവറേജ് പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഡിസിഷൻ. ഇപ്പൊ കൽക്കട്ടയിൽ ഞങ്ങളുടെ ഒരു ആർട്ടിസാൻ, ഞങ്ങളുടെ ഒരു ക്ലയന്റ് പറയുകയാണ് ഇങ്ങനത്തെ ഒരു ഗണേശ വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലെറ്റർ അയച്ച് ഇവിടേക്ക് എത്തി ഞങ്ങൾ സീലൊക്കെ ചെയ്ത് വരുമ്പോൾ ആ ഡിസിഷൻ എടുത്ത് വരുമ്പോൾ ഒരു 40 days ആണ്. അതിന് 40 minutes ആയിട്ട് ഞങ്ങൾ കുറച്ചു. അത് ത്രൂ ദി ഈ ഓഫീസ്. അതെല്ലാം ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കാണാനുള്ളേ ഉള്ളൂ. എല്ലാം അറ്റൻഡൻസും മോണിറ്ററിങ്, ഒരു 120 ക്യാമറ അക്രോസ് ഇന്ത്യ ഇട്ടു. ബിക്കോസ് ഞങ്ങളുടെ ഐറ്റംസ് ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അത് 25 lakhs 30 lakhs ആണ് ഞങ്ങൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത് എല്ലാ വർഷവും. അത് 0 റൈറ്റ് ഓഫിൽ കൊണ്ടുവന്നു. പിന്നെ ഈ റിവ്യൂ എല്ലാ ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഓഫീസേഴ്സിനും ഐപാഡ്സ് കൊടുത്ത് ഈ റിവ്യൂസ്, ഓൺലൈൻ റിവ്യൂസ് നടത്തി. അക്കൗണ്ടിങ്ങിൽ ടാലി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കാണിക്കാനുള്ളേ ഉള്ളൂ. ദെൻ ബില്ലിംഗ് ഞങ്ങൾ പേപ്പറിലായിരുന്നു. ഈ സൈഡിൽ മാർക്കറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ബില്ലിംഗ് പേപ്പറിലായിരുന്നു. ഞങ്ങൾ ഈ കൊമേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ബില്ലിംഗ് ഓൺലൈൻ ആക്കി, സ്മാർട്ട് ഫോൺസ്, സ്മാർട്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു 20 കോടി ചുമ്മാ ഒരു ലെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അയച്ചപ്പോൾ ദേ ഗേവ് us 20 crores. അങ്ങനെ CNC മെഷീൻസ് ഒക്കെ ഞങ്ങൾക്ക് 7 പ്രൊഡക്ഷൻ സെന്റേഴ്സ് ഉണ്ടായിരുന്നു. ഈ പ്രൊഡക്ഷൻ സെന്റേഴ്സ് 14 ആക്കി. അങ്ങനെ CNC മെഷീൻസ് ഒക്കെ കൊണ്ടുവന്ന് ഡിസൈനിങ്ങിൽ കൊണ്ടുവന്നു. പിന്നെ 3D ഡിസൈനിങ്, 3D പ്രിന്റിങ്, ആഡിറ്റീവ് മാനുഫാക്ചറിങ്, അതെല്ലാം കൊണ്ടുവന്ന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതിൽ നമ്മളുടെ ഐഡിയ കസ്റ്റമേഴ്സിനെ ഡിലൈറ്റ് ചെയ്യുക, ബിസിനസിനെ ഡിലൈറ്റ് ചെയ്യുക, എംപ്ലോയീസിനെ ഡിലൈറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരുന്നു. സോ ദീസ് ആർ തിങ്സ് ദാറ്റ് വി ഡിഡ് ഓൺ ദി അഡ്മിനിസ്ട്രേഷൻ സൈഡ്. എൻ്റെ ഓഫീസും 2 നിലയായിരുന്നു, വളരെ ശോചനീയാവസ്ഥയായിരുന്നു. അതിനൊരു നല്ലൊരു വേൾഡ് ക്ലാസ് ഓഫീസ് ആക്കി മാറ്റി. ഇപ്പം ഈ ചെന്നൈ എയർപോർട്ട് എന്തുകൊണ്ട് ഇന്റീരിയേഴ്സ് ചെയ്തുകൂടാന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമ്മുടെ ടീമെല്ലാം ഒന്ന് ആദ്യമേ ചിരിച്ചു. പക്ഷേ ഓൾ സൗത്ത് ഇന്ത്യൻ എയർപോർട്ട്സ് ഇന്റീരിയേഴ്സ് ഞങ്ങളാണ് പിന്നെ ചെയ്തത്. അതിന് ഐ കോൾ ഇറ്റ് വാട്ട്സ് കോൾഡ് ലാൽ, എന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ, ഞാൻ കമ്പൽസറി സ്പീക്കർ. സോ ശരി, അതിനുമ്പ് ഞാൻ ഫിനിഷ് ചെയ്യും. അപ്പം ചെന്നൈ എയർപോർട്ട് എന്തുകൊണ്ട് ചെയ്തത്? അപ്പൊ ഒരു ആർക്കിടെക്ട് വന്ന് പറയാണ്, സർ വൈ കാൻറ്റ് വി ഡു ചെന്നൈ എയർപോർട്ട്? അപ്പൊ ഞാൻ അന്ന് വിട്ടുപോയി. ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഈ വളരെ സീനിയർ ആയിട്ട് ഒരു ലേഡി ആർക്കിടെക്ട് പറയുന്നത്. ഒരു 15 days കഴിഞ്ഞപ്പം ഈ ചെന്നൈ എയർപോർട്ടിന്റെ ഡയറക്ടർ തന്നെ എന്റെ ഫ്രണ്ടിൽ വന്നിട്ട് പറയാണ്, സർ കുച്ച് കർ ദീജിയേഗാ, പ്ലീസ് ഡു സംതിങ് ഫോർ മൈ എയർപോർട്ട്. അങ്ങനെ ആരംഭിച്ചാണ് ഇന്റീരിയേഴ്സ് ഓഫ് ഓൾ എയർപോർട്ട്, ചെന്നൈ, ട്രിച്ചി, കോയമ്പത്തൂർ, മധുരൈ, പോണ്ടിച്ചേരി, സേലം, ഇൻക്ലൂഡിങ് നമ്മുടെ തിരുപ്പതി എല്ലാം. അപ്പൊ അവിടെ ഈ എയർപോർട്ട്സ് നമ്മൾ ഇന്റീരിയേഴ്സ് ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഞങ്ങളുടെ എയർപോർട്ട്സിന്റെ അകത്ത് നോക്കിയിട്ട് 100-110 installations നമ്മൾ ചെയ്തിട്ടുണ്ട്. So this gives an opportunity for my artisans articles to be presented to the world. അല്ലേ? ഇപ്പൊ ഈ ഒരു ചെറിയ സാധനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് കലംകാരി ഉണ്ട്, ഇതിനകത്ത് ബ്രോൺസ് ഉണ്ട്, ഇതിനകത്ത് ബ്രാസ് ഉണ്ട്, വുഡൻ വർക്ക് ഉണ്ട്, പിന്നെ വുഡ് വർക്ക് ഉണ്ട്, പിന്നെ കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഇറ്റ്സ് ഈസി ടു സെൽ മൈ പ്രോഡക്ട്സ് in this way also. I mean, that doesn't detract from the fact that main selling is through marketing. I mean, through my showrooms, etc. ഇങ്ങനെ നമ്മുടെ എയർപോർട്ട്സിനെ എംബലിഷ് ചെയ്യാൻ പറ്റി. ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇൻഫാക്ട് വി ഗോട്ട് എ കോൾ ഫ്രം ദി പ്രിയംസ് ഓഫീസ്, വൈ കാൻറ്റ് യു ഡു അഹമ്മദാബാദ് എയർപോർട്ട്? ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക്. അപ്പം these are opportunities which you explore only when you think out of the box. So typical government office il irunnu cheyan. Pinne Ennur portal ഞങ്ങൾ ഇപ്പൊ നമ്മുടെ പറയും, കുട്ടികളത് പറയും, നിങ്ങൾ ഈ പശുവിനെ പറ്റി പറയും. പശുവിനെ പറ്റി പറയുമ്പോൾ പശു തെങ്ങിലാണ് കെട്ടിയത്, പിന്നെ തെങ്ങിനെ പറ്റി പറയും മൊത്തം. അതേപോലെയാണ് ഇവിടെ ഞങ്ങൾ ചെയ്തത്. ഇഫ് യു സീ ഓൾ ദി ഗ്രീനറി, മൊത്തം ഗ്രീനറിയാണ് അവിടെ ചെയ്തത്. ഹാൻഡിക്രാഫ്റ്റ്സ് അവിടെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ബെഞ്ച്, ഈ ഡോൾഫിൻ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ I got a lot of volumes of work because of what we did this here. അതേപോലെ ചെന്നൈ കോർപ്പറേഷന്റെ ഇന്റീരിയേഴ്സ്, തിരുപ്പതി എയർപോർട്ട്, മധുരൈ, ട്രിച്ചി, സേലം, തൂത്തുക്കുടി, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി. ഒരു റിസർച്ച് ഡിസൈൻ റിസർച്ച് ഡെവലപ്മെന്റ് സെന്റർ, അതിനകത്ത് വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റ് റിയാലിറ്റി, 3D പ്രിന്റിംഗ്, ഇതൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഈ ജല്ലിക്കെട്ടിന്റെ എജിറ്റേഷൻ നടക്കുമ്പോൾ ഒരാൾ എനിക്ക് ഇമെയിൽ അയക്കുന്നു, ഒരു വെർച്വൽ ഇമേജ് ഓഫ് ജല്ലിക്കെട്ട്. അതിന് ഞങ്ങൾ 3D പ്രിന്റിംഗ് വഴി
ഇതൊരു 1000 പീസസ് ഞങ്ങൾ വിറ്റു ആക്ച്വലി ബ്രോൺസിൽ കൊണ്ടുവന്ന്. യൂട്ടിലിറ്റി പ്രോഡക്ട്സ് ഇതൊരു മേജർ ഡ്രീം ആയിരുന്നു എൻ്റെത്. ഇതൊരു അരിവാമുനയാണ്, ഇത് എന്തുകൊണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിക്കൂടാ. പിന്നെ ഇതൊരു ചെറിയ അതിനൊരു വാഷ് ബേസിൻ ആക്കി, അങ്ങനെ ഡോർ ഹാൻഡിൽസ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ഇതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ടെക്നോളജി ഇത് ചെയ്തുകൊണ്ടാണ്. അതേപോലെ ഈ 10-14 സെന്റേഴ്സിൽ CNC മെഷീൻസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റി. അങ്ങനെ പല കാര്യങ്ങളും വെർച്വൽ റിയാലിറ്റി പോസിബിളി ഹാൻഡിക്രാഫ്റ്റ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങളാണ് ആദ്യം ലോകത്തിൽ തന്നെ. വെർച്വൽ റിയാലിറ്റി ഷോറൂം തന്നെ, ഐ ഹാവ് 30 സെക്കൻഡ് വീഡിയോ പിന്നെ കാണിക്കാതെ. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ എൻ്റെ ഷോറൂം, ഞങ്ങളുടെ പൂമ്പുഹാറിന്റെ ടേൺ ഓവർ ഒരു 30 crores, we took it 70 crores ഒരു 2 yearsൽ. So that was a highlight, and we got the National E-Governance Award, Scotch Platinum Award, ഇങ്ങനത്തെ കുറെ അവാർഡ്സ് ഒക്കെ കിട്ടി. Now why I said this here is, ഞാൻ അൺഷെയർ ചെയ്യാം, is because sorry, stop share. So in a very decrepit organization called Tamil Nadu Handicrafts Development Corporation, ഇങ്ങനത്തെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ, മൈ ഫീലിംഗ് ഇസ്, എൻ്റെ ഒരു ഇന്റലിജൻസ് ഇസ് ഇൻ ഗവേണൻസ്. എന്തുകൊണ്ട് ഗവേണൻസ് നമ്മുടെ വേൾഡ് ക്ലാസ് ആകാൻ പറ്റില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ കറന്റ്ലി എനിക്കത് ഒരു സെക്കൻഡ് ഇന്നിങ്സ്, ഡോക്ടർ ലാൽ സെഡ്, സെക്കൻഡ് ഇന്നിങ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ MD K-Phone ആണ്, MD of KSITL ആണ്, IT Parks ഉണ്ട്. And thirdly, I am CMD of Information Kerala Mission. 3 ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ഭാഗ്യത്തിന് ഓണറബിൾ CM വഴി കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതൊരു ഓപ്പർച്യൂണിറ്റി ടു എക്സ്റ്റെൻഡ്, എനിക്ക് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഗവേണൻസിനെ പോലെ, എനിക്ക് വേറെ ഒന്നും ചിന്തകളില്ല. ഗവേണൻസ്, നമ്മുടെ ഓഫീസ് എന്തുകൊണ്ട് ഇൻഫോസിസ് പോലെ ഇരുന്നുകൂടാ? എന്തിനാണ് ഒരു സിറ്റിസൺ ഗവൺമെന്റ് ഓഫീസിൽ വരുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലേ? ഇപ്പം നിങ്ങളുടെ സാലറി, നിങ്ങളുടെ ടാക്സ് വഴിയാണ് എനിക്ക് ശമ്പളം കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ ഒരു സെർവന്റ് ആയിട്ട്, ഗവൺമെന്റ് സെർവന്റ് ആയിട്ട് ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എന്നെ വന്ന് കാണേണ്ട കാര്യം എന്താണ്? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പ്രെഡിക്റ്റീവ് ഗവേണൻസ് എന്നൊരു സംഭവം കൊണ്ടുവന്നത്. അതിന്റെ ഗവൺമെന്റ് ഓർഡേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്തു. അതിന് മുമ്പേ എന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ജോയിൻ ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്തു. അപ്പോഴും ഞാൻ പോയില്ല. എന്റെ പ്രൈം മിനിസ്റ്റർ advisor called me, Mr. Dr. Hiren Joshi. He called me and said, Dr.santhosh, we have done a 360 on you. When are you joining us? Then straight question. ഞാൻ പറഞ്ഞു, തമിഴ്നാട്ടിൽ ഞാൻ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഭാരത് നെറ്റ് 2000 കോടി, കിത്തനെയൊക്കെ കറ, 3000 കോടി. അരെ ബാബാ, യു ഡു much more with us, come and join us. They wrote to Chief Secretary to, but I didn't go. The reason was that നമുക്ക് ഇതൊന്ന് ചെയ്ത് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ this will be a big thing in the world. Because എൻ്റെ ഒരു അസംഷൻ എന്ന് വെച്ചാൽ, ഗവൺമെന്റ് നിങ്ങളുടെ ടാക്സ് വെച്ച് എനിക്ക് ശമ്പളം തരുന്ന എന്നെ കാണാൻ നിങ്ങൾ വരാൻ പാടില്ല, ഒന്ന്. രണ്ടാമത്, നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്ന അറിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്? അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യാതെ തന്നെ നിങ്ങളുടെ ജീവിത ചരിത്രം നമ്മുടെ ഇലക്ട്രോണിക് വേയിൽ കൊണ്ടുവന്ന്, is it not possible to give you certificates whenever you require it into your mobile phone? ഇതാണ് പ്രെഡിക്റ്റീവ് ഗവേണൻസിന്റെ ഒരു ഇത്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് ഇഷ്യൂസ് വന്നത് ടെൻഡറിൽ, 2000 കോടി ടെൻഡറിൽ. ദെൻ ഐ തോട്ട് ദിസ്, അവിടെയും പോകാൻ പറ്റില്ല, ഇവിടെയും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഐ കെയിം ഔട്ട്. ദെൻ ഐ ജോയിൻഡ് പൊളിറ്റിക്സ് അഗെയിൻ. നൗ ഐ ഗോട്ട് an opportunity to serve the people of Kerala. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു IAS കിട്ടിയപ്പം. എനിക്ക് കേരളം കിട്ടിയില്ലല്ലോ എന്നൊരു ആഗ്രഹം. പക്ഷെ അത് എന്തോ ഒരു ഭാഗ്യത്തിന് ഓണറബിൾ ചീഫ് മിനിസ്റ്റർ തന്നെ വിളിച്ചു തരികയായിരുന്നു. അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് മിസ് ചെയ്യാനായിട്ടുള്ള, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ദൃഢ നിശ്ചയത്തിലാണ് ഇരിക്കുന്നത്. ജൂൺ 30th ആകുമ്പോൾ ഈ K-Phone ഓൾമോസ്റ്റ് എൻ്റെ കേരളയിൽ സ്പ്രെഡ് ആകും. അതിന്റെ ഹെവി വർക്ക് നടന്നുകൊണ്ടിരിക്കുക. നാളെ ഒരു ടെൻഡർ വരികയാണ്. ദാറ്റ്സ് നാളെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ഒരു 20 lakh ഫാമിലീസിന് കൊടുക്കാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് 100 ഫാമിലീസ് ഇൻ ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസിക്കുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. 30,000 ഗവൺമെന്റ് ഓഫീസസിലും ഈ ഇന്റർനെറ്റ് വരും. ഇന്റർനെറ്റ് ഇസ് നത്തിങ്, ഇന്റർനെറ്റ് ഇസ് ഓൺലി ദി ഇൻഫ്രാസ്ട്രക്ചർ. അതിന്റെ പുറത്ത് നമുക്ക് കളിക്കാൻ പറ്റുന്ന കളികൾ ഭയങ്കരമാണ്. ഇറ്റ്സ് മാസീവ് ദറ്റ് ദി എമൗണ്ട് ഓഫ് ഡേറ്റ ദറ്റ് വി കൻ യൂസ് ടു അസിസ്റ്റ് ദ ഗവൺമെന്റ്. ഇപ്പം ഡോക്ടർ ലാൽ ഒക്കെ അങ്ങനത്തെ പൊളിറ്റിക്കൽ സൈഡ് വന്ന ഒരു ഹെൽത്ത് മിനിസ്റ്റർ ഒക്കെ ആകുമ്പോൾ ഹി ഷുഡ് നോട്ട് ബി സെർച്ചിങ് ഫോർ ഡേറ്റ. ഇപ്പൊ എല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്നത് അങ്ങനെയായിട്ടല്ല. ഡേറ്റ ഷുഡ് ബിൽഡ് ഓൺ ഇറ്റ് സെൽഫ്. And people, ministers, chief minister, etc. should see the data on the screen and take decisions based on that. Nammalde situation, Kerala situation is very, very sweet spot lan ipo ulladu. We can do lots of stuff with technology today because athrakku nammal munnil poyittundu. Ende talk mostly on technology aayirikkum. So ningalku bore adikkanundavum. ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം because it's almost
25 minutes ആയി. So I would stop for any questions that you may wish to ask me. താങ്ക് യു സന്തോഷ് ബാബു. വളരെ ബ്രീഫായിരുന്നു, വളരെ കാര്യമാത്ര പ്രസക്തമായിരുന്നു. ഷിറാസാണ് സാധാരണ ഇത് ഓപ്പൺ ചെയ്യുന്നതും, പിന്നെ ഇന്നത്തെ ദിവസം ഹി വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് ഡിസ്കഷൻ, ദി എൻ്റയർ ഡിസ്കഷൻ. ഷിറാസ് മ്യൂട്ടഡ് ആണ്. ഷിറാസ് മ്യൂട്ടഡ് ആണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്പീച്ച് ആയിരുന്നു. അതോടൊപ്പം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാർ പറഞ്ഞു തീർത്ത ഒരുപാട് കാര്യങ്ങളാണ്. ഈ പട്നാറിന്റെ മറ്റേ ഈ ഗവേണൻസ് എന്ന് പറയുന്ന ബുക്ക് വായിക്കുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം പോകുന്നത്, ഈ കാര്യങ്ങളിലൂടെ എല്ലാം പോകുന്നത്. ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞു തീർത്തത്. എനിക്ക് വളരെ പ്രധാന കാര്യം ഈ കെ ഫോൺ ആണ് പ്രധാനമായിട്ട് എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ളത്. കാര്യം വെച്ചാൽ ഈ കെ ഫോൺ ഒരു 20 ലക്ഷത്തോളം ആൾക്കാർക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാത്ത ആൾക്കാരിലേക്ക് ഇന്റർനെറ്റ് എത്തുകയാണ്. അതൊരു വലിയ വിപ്ലവകരമായ നേട്ടമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ശരിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഈ സഞ്ജീവനി പോലെയുള്ള ഇപ്പം നമ്മൾ ടെലിമെഡിസിൻ ചെയ്തതിലൂടെ ഇപ്പൊ ഈ കോവിഡിന്റെ അവസാന കാലത്ത് വളരെ വ്യത്യാസം ഉണ്ടാക്കിയിരുന്നു. കാര്യം ഈ പാലിയേറ്റീവ് കെയറിൽ കിടക്കുന്ന ഒരുപാട് രോഗികളിലേക്ക് എത്താൻ കഴിഞ്ഞു. എന്നാലും നമ്മൾ ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ഇപ്പം IAS സ്കൂളും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ ഇനിയും എത്തപ്പെടാത്ത ഒരുപാട് മേഖലകളുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ഇതിന്റെ ഗുണം എത്തിയിട്ടില്ല. ഇതെല്ലാം ഒരു പരിധി വരെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബാക്ക്ബോൺ ഉണ്ടാക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഈ സൗജന്യമായിട്ട് കൊടുക്കുന്നൊക്കെ പറയുന്ന എത്രത്തോളം സാധ്യമാണെന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയമാണ് ചോദിക്കുന്നത്. ഒരു കമ്പനി ആയിട്ടോ ഇതൊക്കെ നടത്തുമ്പോഴേ അപ്പൊ അതിന് ഒരു എങ്ങനെയാണെന്നും സാർ പറഞ്ഞാൽ കൊള്ളായിരുന്നു ഇതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ പറ്റി. സോ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒരു 35,000 കിലോമീറ്റേഴ്സ് കേബിൾ ഉണ്ട്. 368 പോയിന്റ്സ് പ്രസൻസ് ഈ KCB സബ്സ്റ്റേഷൻസിൽ 368 സബ്സ്റ്റേഷൻസിലാണ് ഈ പോയിന്റ്സ് പ്രസൻസ്. അതിലാണ് ഈ ടെക്നോളജി മൊത്തം അതിനകത്താണ്. നമ്മുടെ റാക്സും സെർവേഴ്സും ഒക്കെ അതിനകത്താണ്. അവിടെ നിന്നാണ് എൻഡ് ഓഫീസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ 30,000 ഗവൺമെന്റ് ഓഫീസസിലും പോകുന്നത്. നാളെ രാവിലെ നിങ്ങൾ ന്യൂസ് പേപ്പർ നോക്കിയാൽ അതൊരു ടെൻഡർ കാണും. അതായത് 14,000 കുടുംബങ്ങൾക്ക്, അതായത് 20 ലക്ഷം അനൗൺസ് ചെയ്തതിന്റെ ഫസ്റ്റ് ഘട്ടം എന്നുള്ള രീതിയിൽ 14,000 കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുക്കാനായിട്ട്. സൗജന്യം എന്ന് പറയുമ്പം അതൊരു പർട്ടിക്കുലർ ലെവൽ വരെ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഇറ്റ് ഓൾവേസ് കോസ്റ്റ് ഇൻവോൾവ്. എന്റെ കാൽക്കുലേഷൻ പടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കണക്ഷന് 5,000 rupees പ്ലസ് മന്ത്ലി 300 rupees കാൽക്കുലേറ്റ് ചെയ്യുന്ന തന്നെ ഈ 20 lakhsന് ഒരു ഭീമമായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ക്യാപെക്സും പിന്നെ ഒപെക്സും ഒക്കെ ആയിട്ട് വരുന്നത്. ബട്ട് ഐ എം ഷുവർ ഗവൺമെന്റ് അതിന്റെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. സോ അത് ദേ വിൽ അറൈവ് അറ്റ് മെത്തഡ് ടു ഡു ദാറ്റ്. ഇപ്പൊ ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഐ തിങ്ക് up to 1.5 Gbps monthly data, around 10 Mbps speed, which is good enough for broadband. ആ ലെവലിൽ കൊടുക്കാനാണ് നമ്മുടെ തീരുമാനം. അതിനുള്ള ഫണ്ടിങ് ഒക്കെ നമുക്കുണ്ട്, ഗവൺമെന്റ് തരുന്നുണ്ട്. So later on, obviously there'll be a kind of cross subsidization because ഇതൊരു ബിഗ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഞങ്ങൾക്ക് ലീസ് ലൈൻ കൊടുക്കാൻ പറ്റും, ഞങ്ങൾക്ക് ഡാർക്ക് ഫൈബർ കൊടുക്കാൻ പറ്റും. ഞങ്ങളുടെ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്റർ കളമശ്ശേരി ക്യാൻ ബി ഗിവൻ ഫോർ മാനേജ് സർവീസസ്. അതേപോലെ 368 പോപ്സിന്റെ അകത്തും ഇഫ് സ്റ്റാർട്ടപ്സ് ആൻഡ് അതേഴ്സ് വാണ്ട് ടു യൂസ് ദാറ്റ് ഫെസിലിറ്റി ദേ കൻ യൂസ് ഇറ്റ്. അങ്ങനെ ഒരു തെങ്ങിന്റെ പല ഭാഗങ്ങൾ പോലെ ഈ ഇൻഫ്രാസ്ട്രക്ചറിലും കുറെ ഭാഗങ്ങൾ വിച്ച് ക്യാൻ ബി ലീസ്ഡ് ഔട്ട്, വിച്ച് വിൽ ഗിവ് യു എ ലോട്ട് ഓഫ് മണി. സോ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഐ ഡോണ്ട് തിങ്ക്, ബിക്കോസ് ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ് ഫ്രം ഗവൺമെന്റ്, മാനിഫെസ്റ്റോയിലുള്ള കാര്യമാണ് 20 ലക്ഷം. ബട്ട് അൺലിമിറ്റഡ് ഡേറ്റ ആൻഡ് അത് കാണത്തില്ല. there will be a particular level to which at which it will be capped, beyond which people would have to pay. അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബട്ട് ആസ് ഓഫ് നൗ ഈ സ്പീഡും ഈ ഡേറ്റയുമാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡോക്ടർ ഷിറാസ് ഒന്ന് ഇന്റർപ്റ്റ് ചെയ്തോട്ടെ. സന്തോഷ് ബാബു നമ്മുടെ മുരളി തുമ്മാരോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. മുരളി ഇപ്പോൾ റോമിലാണ്, ജർമ്മനിയിലാണ്, ജനീവയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പുതിയ പദ്ധതി ഇതിൻ്റെ ചീഫാണ്. മുരളിയാണ് സാധാരണ ഉണ്ടെങ്കിൽ മിക്കവാറും വരും. മുരളി ഉണ്ടെങ്കിൽ മുരളി ചർച്ചയ്ക്ക് തുടക്കം മുരളിയാണ്. മുരളി. Thank you, Lal. Santhosh, thank you for your talk. വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. എനിക്ക് സന്തോഷിനെ പറ്റി വായിച്ചിട്ട് ശരിക്കും അറിയാം. സന്തോഷ് ചെയ്യുന്ന പല ഇതിനെ പറ്റിയിട്ടും വായിച്ചിട്ടുണ്ട്, പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പലതരത്തിലും അറിയാം. ഇപ്പോൾ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ സൊസൈറ്റിയെ പറ്റി ഇത്രമാത്രം നോളജബിൾ ആയിട്ടും പാഷനേറ്റ് ആയിട്ടും ഒരാൾ
നാട്ടിൽ തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് അറിയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വാസ്തവത്തിൽ ശിവശങ്കർ സാറൊക്കെയാണ് ഇതുപോലെ പാഷനേറ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നതിന് മുമ്പ്. അൺഫോർച്ചുനേറ്റ്ലി കാര്യങ്ങൾ അപ്പൊ അത് സന്തോഷം അവിടെ ഉണ്ടെന്നുള്ളത് തന്നെ എനിക്കിപ്പോൾ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ കോവിഡിന് തൊട്ട് മുമ്പ് ഉള്ള കാലം തൊട്ടേ കേരളത്തിന്റെ ഫ്യൂച്ചർ ഈസ് ഇൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ എവറി ഡൊമൈൻ ഓഫ് സൊസൈറ്റി എന്ന് വിശ്വസിക്കുന്ന ആളും അതിനെപ്പറ്റി ധാരാളം പറയുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ കോവിഡ് വന്നപ്പോൾ അവരല്പം ഒന്ന് കോവിഡിനെ പറ്റിയൊക്കെ എഴുതേണ്ടി വന്നു. പക്ഷേ എൻ്റെ മൈ ബിലീഫ് സ്റ്റിൽ ഈസ് ദാറ്റ് അൺലെസ് അവർ സൊസൈറ്റി digitally transform itself, we have no future എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളെല്ലാം പുറത്തേക്ക് പോവാണ് ബിക്കോസ് they don't see any future here. പോകാൻ പറ്റുന്ന എല്ലാ ആളുകളും. പക്ഷെ ഞാൻ ഇപ്പോൾ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു ടൈം ട്രാവൽ നടത്തുന്ന പോലെയാണ് എനിക്ക്. ഒരു 50 വർഷം പുറകിലേക്ക് ആണ് എല്ലാം. നമ്മളുടെ ഏത് സെക്ടർ ഓഫ് എക്കോണമി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ എന്താ പറയുന്നത്, കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ, റോമൻ ഇറ, അഗ്രികൾച്ചർ എന്ന് പറയുന്നത് പ്രീ ഇൻഡസ്ട്രിയൽ ഇറ. ഞാൻ മോശമാക്കാൻ പറയുന്നതല്ല, യാഥാർത്ഥ്യമായിട്ട് പറയുന്നതാണ്. അപ്പൊ നമ്മളുടെ ശരാശരി ആളുടെ കൃഷിയെ പറ്റിയുള്ള ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ അപ്പൂപ്പന്റെ കാലത്തൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നത്തിങ് ഹാസ് ചേഞ്ച്. കുറച്ച് വളമൊക്കെ ഇടുമ്പോൾ, പക്ഷെ ആ ഇടുന്ന വളവും നമ്മളുടെ നാട്ടിലെ നമ്മൾ സോയിൽ അനലൈസ് ചെയ്തിട്ടുള്ള ആളുകളും സോയിൽ അനലൈസ് ചെയ്താൽ എന്താണ് കിട്ടുന്നത് എന്നുള്ള ഇത് ഒന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഫുഡ് സേഫ്റ്റിയാണ് ഇപ്പൊ പറയുന്നത്. ഫുഡ് സേഫ്റ്റിയുടെ 10 വർഷം മുമ്പ് ഉള്ള ഷവർമ കഴിച്ച ആൾ മരിച്ചു. ഇന്ന് ഞാനത് വായിക്കുമായിരുന്നു, അതിന്റെ കേസ് തള്ളിപ്പോയി. ബിക്കോസ് എന്താണ് വിഷം എന്ന് കണ്ടുപിടിക്കാനായിട്ട് പോലീസിന് പറ്റില്ല. ഇന്നും ഐ ഡോണ്ട് തിങ്ക് നമ്മളുടെ സിസ്റ്റം ഈസ് എക്വിപ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് പോയിസണസ് എറ്റ്സെട്ര. അപ്പൊ നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും ഡിജിറ്റലി ട്രാൻസ്ഫോംഡ് അല്ല, ഒരു റൂറൽ ഇതാണ്. ഞാനിതൊക്കെ പറയുന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഗവൺമെന്റിനെ പുറത്തുനിന്നും അകത്തുനിന്നും കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എന്താണ് വാസ്തവത്തിൽ നമ്മുടെ സൊസൈറ്റിയെ ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു സിംഗിൾ ഇതുണ്ടെന്നല്ല പറയുന്നത്, വാട്ട് ആർ ദ key things which stop it from transforming itself, because it's so obvious in a way. അപ്പൊ നമ്മളുടെ ലീഡർഷിപ്പിനുള്ളൊരു ലാക്ക് ഓഫ് അവയർനെസ് ആണോ, നമ്മളുടെ ബ്യൂറോക്രസിയിലുള്ള ഒരു സെറ്റ് ഓഫ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണോ ഫോർ ചേഞ്ച്, ഇസ് ലാക്ക് ഓഫ് റിസോഴ്സസ് ടു ട്രാൻസ്ഫോം ആണോ, ചാമ്പ്യൻസിന്റെ അഭാവമാണോ, ആൻഡ് മേ ബി കോമ്പിനേഷൻ ഓഫ് ദ അബവ്. അപ്പൊ ഇതാണ് എൻ്റെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ചോദ്യം. എനിക്ക് സമയമുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യം കൂടി ഉണ്ട്, ബിക്കോസ് യു moved with Kamalhasan etc. പക്ഷേ I will ask this one, and സമയമാണെങ്കിൽ I will come to the second one. But thank you for all the good work you are doing. I'm so inspired to see somebody like you back in Kerala. Thank you Murali sir. See, എൻ്റെ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ ലോകത്തില് ഇങ്ങനെ ഒരു പ്രബുദ്ധരായിട്ടുള്ള ഒരു ജനത ഇല്ലെന്നാണ് എൻ്റെ ഒരു അത്. ഇറ്റ് ക്യാൻ ബി ഓൾവേസ് ഡിസ്ക്ലെയിംഡ് ഓൾസോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയുണ്ടാക്കുന്ന ആൾക്കാരാണ്, വഴക്കുണ്ടാക്കുന്ന ആൾക്കാരാണ്, ആർഗ്യുമെന്റേറ്റീവ് ആണ്. പക്ഷേ ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ലോകത്തിലില്ല. അതായത് ട്രൂത്ത് ആണ്. ദാറ്റ്സ് എ ഫാക്ട്. സോ ഹാവിംഗ് സെഡ് ദാറ്റ്, ആൻഡ് വി അച്ചീവ്ഡ് സോ മച്ച് ഇൻ സച്ച് എ ഷോർട്ട് ടൈം ഏർലി. അത് നമ്മുടെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സും സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സും. ബട്ട് അറ്റ് സം പർട്ടിക്കുലർ പോയിന്റ് വി ഹാവ് ഗോൺ ഇൻ ടു എൻ ഇനേർഷ്യ. നമ്മൾ വിപ്ലവകരമായിട്ട് ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യണം. ഇപ്പൊ ഞങ്ങൾ ഇതിൽ ഇപ്പോഴും ഇപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇറ്റ് ബി വെരി സർപ്രൈസിങ്. ഞാൻ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഹെയർ റേസിംഗ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. അത്രയ്ക്കും ഇൻസ്പയറിംഗ് ആയിരുന്നു. അദ്ദേഹം ടെക്നോളജിയെ പറ്റിയാണ് പറഞ്ഞത്. യു ടേക്ക് ടെക്നോളജി, ഡു ബിഗ് തിങ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ലെവലിൽ ടെക്നോളജി അഡോപ്ഷൻ വേണമെന്നാണ് ഓണറബിൾ ചീഫ് മിനിസ്റ്റർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇപ്പോഴത്തെ ഞാൻ IKM ഇരിക്കുന്ന മിനിസ്റ്ററും പുള്ളി വാചാലമായിട്ടാണ് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി സംസാരിക്കുന്നത്. അതൊരു സൈഡിലാണ്. ചീഫ് സെക്രട്ടറി, my God, you can't even believe it. Every Monday, all the IAS officers grilled on whether they have made their offices e-office. E-office ഒക്കെ 10 വർഷം മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഓഫീസസും റൈറ്റ് അപ് ടു പഞ്ചായത്ത് ഓഫീസ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകണം. 30,000 എൻ്റെ ഓഫീസസ്. അപ്പം അതൊരു പക്കത്തില് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ദ പോയിന്റ് ഈസ്, ആസ് യു സെഡ്,
ഓരോ സെക്ടറിലും ആ ടെക്നോളജി പെർവേസീവ് ആയിട്ട് യൂസ് ചെയ്യണം. ഈ പ്രിസിഷൻ ഫാമിംഗ് ആണെങ്കിലും ഇതൊക്കെ പണ്ടേ നമ്മൾ ഇസ്രായേലൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. സോ ഇറ്റ്സ് ബീങ് യൂസ്ഡ് അറ്റ് മെനി ലെവൽസ്. ഫോർ എക്സാമ്പിൾ ധർമ്മടത്തും വേറൊരിടത്തൊക്കെ ഈ എന്താണ് പറയുന്ന സ്മാർട്ട് അഗ്രികൾച്ചർ, സ്മാർട്ട് അക്വകൾച്ചർ ഞാൻ പോയി കണ്ടതാണ്. സെൻസേഴ്സ് യൂസ് ചെയ്ത് ആ വാട്ടറിന്റെ pH ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറുമ്പം അതിൽ എന്ത് ചെയ്യണം, യു വിൽ ഗെറ്റ് എ ഇൻഡിക്കേഷൻ ടു ദി അവിടെ ജോലി ചെയ്യുന്ന ബംഗാളി പീപ്പിൾ ഒക്കെയാണ്. അവർക്കൊരു വാട്സാപ്പിൽ ഇത് വരികയാണ്, ഇപ്പോൾ ഉടനെ ഇത് ചെയ്യാൻ, ആസിഡിക് ആയിരിക്കണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ടെക്നോളജി ഈസ് ബീങ് യൂസ്ഡ്. പെർവേസീവ് യൂസ് ഓഫ് ടെക്നോളജി ഇല്ല. അവിടെയാണ് എന്റെയും മുരളി സാർ പറഞ്ഞ അതേ കൺസേൺ. വൈ കാൺ വി തിങ്ക് വേൾഡ് ക്ലാസ്? ഇപ്പൊ എസ്റ്റോണിയ എന്ന് പറഞ്ഞ ചെറിയൊരു കൺട്രി, 3 മില്യൺ പോപ്പുലേഷനേ ഉള്ളൂ. അവരുടെ ഈ ഒരു ഇലക്ഷൻ നടക്കുന്ന ഓൺലൈനാണ്. അവർക്കൊരു സ്ഥലം മേടിക്കണം, വിത്തിൻ സെക്കൻഡ്സ് മേടിക്കാം. ബ്ലോക്ക് ചെയിന്റെ ഒരു പെർവേസീവ് യൂസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. വൈ കാൺ വി ജംപ് ഇൻ ടു ദാറ്റ് ലെവൽ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ ചോദിച്ചത്, അൺഫോർച്ചുനേറ്റ്ലി ഞാനിപ്പം ഹാർഡ്വെയർ ആൻഡ് പ്രോജക്ട് മാനേജ്മെന്റ് ആണ്. ഐ എം നോട്ട് ഇൻ സോഫ്റ്റ്വെയർ. എന്റെ ക്രിയേറ്റിവിറ്റി മുഴുവൻ സോഫ്റ്റ്വെയറിലാണ്. തമിഴ്നാട്ടില് മോസ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻസ് തമിഴ്നാട്ടില് എന്റെ ലീഡർഷിപ്പിലാണ് ചെയ്തത് ലാസ്റ്റ് മെനി ഇയേഴ്സിലാണ്. So I hope, and I've been telling Chief Secretary also, എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി. K. Abraham sir, amazing work. അപ്പൊ ലീഡർഷിപ്പ് ലെവലിൽ let me tell you, it has never been better for Kerala. So ഈ 3 പേര്, ചീഫ് മിനിസ്റ്ററിന്റെ PS Dr. K. Abraham and Chief Secretary, amazing leadership they are giving for technology push. Whether that spills down to the lower level, there are intrinsic structural issues. If Tamil Nadu see, there is something called a principle of subsidiarity. ഈ പ്രിൻസിപ്പൽ സബ്സിഡിയാരിറ്റി പറയുന്ന പഞ്ചായത്തിലാണ്, പഞ്ചായത്ത് ആ ലെവലിലെ ആൾക്കാരെ ഡിസിഷൻ എടുക്കണമെന്നാണ്. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ഞാൻ എടുക്കുന്ന ഡിസിഷൻ എന്ന് വെച്ചാൽ രാവിലെ ലാൻഡ് ചോദിച്ചാൽ ഉച്ചയ്ക്ക് ഞാൻ ലാൻഡ് കൊടുത്തിരിക്കും പ്രൊസീഡിങ്സ്. ഇവിടെ അങ്ങനെയല്ല, എല്ലാം സെക്രട്ടേറിയറ്റാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ ചീഫ് മിനിസ്റ്റർ പറയാനായിട്ട് ഡെഫിനറ്റ്ലി പറയും. ബിക്കോസ് അറ്റ് ദാറ്റ് ലെവൽ they should take the decision and close it. ഇവിടെ എല്ലാവരും അങ്ങ് അയച്ച് പോകുമ്പോൾ സെക്രട്ടേറിയറ്റിൽ കുറേ സമയം എടുക്കും. ബിക്കോസ് എല്ലാവരും അവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ക്വറീസ് ചോദിക്കും, അങ്ങനെ സമയം പോകും. അപ്പം ഈ ഒരു ടൈം ലാഗാണ് ഞാൻ എന്നെ ആസ് എൻ ഔട്ട്സൈഡർ ഐ എം സീയിങ് ഹിയർ. ഡെഫിനറ്റ്ലി തിങ്സ് വിൽ ഇംപ്രൂവ്. അവിടെ ഇവിടെയൊക്കെ ടെക്നോളജി ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ബട്ട് വൈ നോട്ട് മേക്ക് ഇറ്റ് പെർവേസീവ്? ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ദി ബെസ്റ്റ് ടൈം ടു ഡു ദാറ്റ്. ഹോപ്പ്ഫുള്ളി എനിക്കുമൊക്കെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള മുരളി സാറിനെ പോലെ ആൾക്കാർ ഹു ഹസ് ബീൻ ഇൻസൈഡ് ആൻഡ് വ്യൂയിങ് ഇറ്റ് ഫ്രം ഔട്ട്സൈഡ്. നമുക്കെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി ടു ട്രാൻസ്ഫോം ദിസ്. നമ്മുടെ ലൈഫ് ടൈമിൽ കേരളം എന്തുകൊണ്ട് എസ്റ്റോണിയനെയും കാട്ടി ഒരു ബെറ്റർ ഗവേൺഡ് സ്റ്റേറ്റ് ആയിക്കൂടാ എന്നുള്ളൊരു ഡ്രീം ഉണ്ടല്ലോ. നമ്മളെല്ലാം ഒരു 60 വയസ്സ് 65 വയസ്സായി കഴിയുമ്പം ഇങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. അടുത്ത ഒരു 2-3 വർഷത്തിൽ വലിയ ബിഗ് ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതിനുള്ള പക്വമായിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ട്. ദ ബ്യൂറോക്രസി ഒബ്വിയസ്ലി ഹാസ് ടു റൈസ് അപ് ടു ദ എക്സ്പെക്ടേഷൻസ്. ഇപ്പൊ ഞാൻ ഇൻഫർമേഷൻ കേരള മിഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന അടുത്ത 1 വർഷത്തിൽ ഈ മൊബൈൽ ഫോണിൽ എല്ലാ സർവീസസും ഓൺലൈനായിട്ട് റീച്ച് ചെയ്യും. ഒരു സിറ്റിസൺ ഒരു പഞ്ചായത്ത് ഓഫീസിലോ ഒരു മുനിസിപ്പാലിറ്റിയിലോ ഒരു കോർപ്പറേഷനിൽ പോകേണ്ട ആവശ്യം വരത്തില്ല. ദാറ്റ്സ് മൈ പ്രോമിസ്. അല്ലെങ്കിൽ യു ക്യാൻ ഗിവ് മീ, ഐ വിൽ റീപേ മൈ സാലറി വിത്ത് ഇൻട്രസ്റ്റ് ടു ദ ഗവൺമെന്റ് ഓഫ് കേരള. ഞാനൊരു ചാലഞ്ചാണ് ഓണറബിൾ മിനിസ്റ്ററിന് കൊടുത്തത്. അങ്ങനത്തെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ടെക്നോളജി എല്ലായിടത്തും ഒരേപോലെയാണ് ഇപ്പം ലോകത്തില്. അതിനെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം പ്രൈവറ്റ് സെക്ടർ നല്ല ഹെവി ആയിട്ട് ടെക്നോളജി യൂസ് ചെയ്യുന്നത്, ഗവൺമെന്റ് സെക്ടർ കുറച്ച് സ്ലോ ആണ്. വി നീഡ് ടു മേക്ക് ഇറ്റ് പെർവേസീവ്. സോ ദാറ്റ്സ് വെയർ ഐ തിങ്ക് മൈ ആൻസർ ഇസ്. എനിക്ക് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി പോകും. അതുകൊണ്ടാണ് സന്തോഷിന്റെ ജോലി പോകണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ല. സന്തോഷിനെ പോലെയുള്ള ആളുകൾ അകത്തിരിക്കണം, എന്തൊക്കെ ബാരിയർ ഉണ്ടെങ്കിലും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ എസ്റ്റോണിയ പറഞ്ഞുകൊണ്ട് ഒരു സബ് ചോദ്യം കൂടി ചോദിച്ചിട്ട് പറയാം. ഞാൻ എസ്റ്റോണിയ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. എസ്റ്റോണിയയുടെ ഈ എക്സ് റോഡ് എന്ന് പറയുന്ന അവരുടെ ഹബ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് എല്ലാം കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എസ്റ്റോണിയയുടെ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ജേണി വായിക്കുകയായിരുന്നു. 1996 അവരുടെ ഡാറ്റ പോളിസി ഉണ്ടാകുന്നത്. So and their X road, the hub through which the information highway to which things are connected, I think it started in 2002. Appo 20-year catch up ആണ് നമുക്ക്. 25-year data policy. ഡേറ്റ എന്ന് പറയുന്നത് കഴിഞ്ഞ ഗവൺമെന്റിലെ ഒരു ഹെൽത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിനു മുമ്പത്തെ ഗവൺമെന്റിൽ what happened to solar because of the solar scandal happened to data in the last government. Appo there's something which we have to overcome there as well. Appo I hope the government very soon come out with the data sharing policy. And one thing which I have found
hugely difficult. കേരളത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഡിജിറ്റൽ ആയിട്ടല്ല കളക്ട് ചെയ്യുന്നത്. പല ഡേറ്റയും കളക്ട് ചെയ്യുന്നില്ല. I have been asking KSRTC to ensure that every passenger coming to the bus, they have their mobile number, for example. Then you suddenly have 3 million customer base, which then have huge potential. I told many times that for KSRTC, the biggest valuable asset for them is not their bus station, not their bus, not their staff, but the data of the customers. If you can gather it, for example, that will be more valuable even in real terms, which can be monetized. Similarly, every other department. അപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യുന്നില്ല, കളക്ട് ചെയ്യുന്ന ഡേറ്റ ഡിജിറ്റൽ അല്ല, ഡിജിറ്റലായിട്ട് ഡേറ്റ ഷെയർ ചെയ്യുന്നില്ല. How do we create that culture, now that CM's attention is there, where data is valued, understood, and there is role to share this. I hope you can do all this in your vantage point. But probably I will skip the political point since you mentioned about this thing. I'll take it up bilaterally. Thank you, Santhosh. All the best. Data sharing is a huge thing. Open data policy ആണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടത്. I think we are moving towards that. ഒരു ഓപ്പൺ ഡേറ്റ പ്ലാറ്റ്ഫോം ഉണ്ട്, പക്ഷേ basically people type and put data into that. And PDF. As PDF. So basically data should be picked up. It should API is created, other picked up by, and people should use it as a sandbox to create applications for the common. I think maybe I'll have a role in doing that. So World Bank in the room and we were discussing exactly this. Especially in disaster management, all data ഒരു പ്രസക്തി എപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്. I'm completely in agreement with you, sir. Hopefully inshallah we'll do it. Really, you want to ask that political question also now, sir? You can. No, please continue. Shiraz. Shiraz. മാറിയിട്ടുണ്ട്. താങ്ക് യു മുരളി സാർ. അടുത്ത ചോദ്യം രാജേഷ് ദിവാകരൻ ചോദിക്കാം. ചോദ്യമല്ല, ഇന്ററാക്ഷൻ ആണ്. Okay. No, thank you. Thank you, Dr. Santhosh, for the inspiring. Rajesh, UN ആണ് കേട്ടോ. Rajesh, he is joining from Geneva. UN officer, senior level officer. Hello, sir. Sitting a unit here. ഞാൻ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസിലെ വർക്ക് ചെയ്യുന്നത്, UNHCR. Okay. അപ്പൊ എന്റെ ചോദ്യം എന്തോ അതെ സെയിം ഓഫീസിലായിരുന്നു. അതെ. അപ്പൊ എന്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റിലേറ്റഡ് ടു എ പൊളിറ്റിക്കൽ ചോദ്യമാണ്. ശരിക്കും അപ്പൊ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഒരു ലാസ്റ്റ് 10 yearsലെ ഒരു സ്പേർ 10 or 15 years നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ശരിക്കും പറഞ്ഞാൽ കരിസ്മാറ്റിക് ലീഡേഴ്സ് പൊളിറ്റിക്കൽ പാർട്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ദേ ആക്ച്വലി ഡിഡ് നോട്ട് സക്സീഡ്. നമ്മുടെ ചിരഞ്ജീവി ആണെങ്കിലും ഇപ്പൊ കമൽഹാസൻ ആണെങ്കിലും അങ്ങനെയുള്ള കുറെ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് സക്സീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ താങ്കൾ ഈ ഗവേണൻസിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും ഈ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് താങ്കളുടെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഒരു സക്സീഡ് ചെയ്യാൻ പറ്റാതെ അവിടെ ഈ ഗവേണൻസിന്റെ ഒരു ലാക്ക് ആണോ, അതെയോ അവരുടെ ഒരു ശരിക്കും പറയുക ഒരു ഇമോഷണൽ ഡിസിഷൻ എടുത്തതിന് ശേഷം അവർക്കത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തതാണോ? അപ്പൊ എന്താണ് ചില ആൾക്കാർ അത് സക്സസ്ഫുൾ ആയി മാറാത്തതിന്റെ കാര്യം എന്നുള്ളതാണ് അതിന് വേണ്ടി ഒരു ചോദ്യം. അപ്പൊ അതുപോലെ തന്നെ പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിലും അല്ലെങ്കിൽ മമതാ ബാനർജി ആണെങ്കിലും സമുദ്രം സക്സസ്ഫുൾ അവർക്ക്, പക്ഷെ അവർക്ക് കുറച്ചൊരു പൊളിറ്റിക്കൽ ബാക്കിംഗ് ഉണ്ട് താനും. ആ ഒരു ഏരിയയെ പറ്റി ഒന്ന് റിഫ്ലക്ട് ചെയ്തേ കൊള്ളായിരുന്നു. പിന്നെ മേ ബി ദാറ്റ്സ് ഓൾസോ കണക്റ്റഡ് ടു യു ലീവിംഗ് ദ പാർട്ടി. സോ ഇഫ് യു ക്യാൻ say more about it also, it will be helpful. I know you haven't really covered that in your presentation, but to the extent you can speak, it will be really interesting to hear from you. Yeah, thank you, sir. എൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി യൂട്ടോപ്പിയൻ ഇൻ എ സെൻസ്, ബിക്കോസ് ഞാൻ ബിലീവ് ചെയ്യുന്നത് പൊളിറ്റിക്സ് ക്യാൻ ബി ക്ലീൻ. അപ്പം ക്ലീൻ പൊളിറ്റിക്സ് ഇസ് എൻ ഓക്സിമോറോൺ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം ദാറ്റ് വാസ് ഐ ബിലീവ് ദാറ്റ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ ലൈഫിന്റെ ഒരു 90% നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എങ്ങനെ നോയിങ്ലി അൺനോയിങ്ലി ചിലവാക്കുന്നത്. അപ്പൊ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തുകൂടെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ പൈസയുടെ ഒരു അതിപ്രസരം ഉണ്ടല്ലോ. I mean, money is required. I agree with that. But money is required only for doing the politics.
ഇറ്റ്സ് നോട്ട് റിക്വയർഡ് ഫോർ ലീഡേഴ്സ്. ലീഡേഴ്സിന് എന്തെങ്കിലും ഒരു പൈസയുടെ ഒരു ബാക്കപ്പ് കാണണം, അല്ലെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇൻ ടു ദാറ്റ്. അപ്പൊ ഒരു ക്ലീൻ പൊളിറ്റിക്സിലേക്ക് ഐ എം നോട്ട് able to see anybody doing that clean politics, and hoping that clean politics, I am possibly the only person who thinks like that now. Cleanliness. ഞാൻ ഇപ്പോൾ ഇലക്ഷനിൽ നിന്നപ്പം എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലായിരുന്നു. ഞാൻ ഒരു പൈസ എൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കിയതില്ല. ഞാനൊരു 100 പേർക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു 27 ലക്ഷം രൂപ കിട്ടി, 27.5 lakh rupees. Can you believe that? I was never a winning candidate at all. രണ്ടാമത് ഈ ടുവേർഡ്സ് എൻഡ് ദി ഇലക്ഷൻ ഡോക്ടർ കമലഹാസനും ഒരു 12.5 ലക്ഷം എനിക്ക് അയച്ചു. ഒരു 40 lakhs I had in my kitty. എനിക്ക് 30 ലക്ഷം ചെലവാക്കാൻ പറ്റുള്ളൂ. ഐ സെൻഡ് ബാക്ക് 10 lakhs to ഡോക്ടർ കമലഹാസൻ. സോ ഞാൻ വിചാരിക്കുന്ന അങ്ങനെ അത്രയ്ക്കും ക്ലാരിറ്റി ആൻഡ് ക്ലെൻലിനെസ് വേണം പൊളിറ്റിക്സിൽ, എന്നെങ്കിലും നമുക്ക് മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് ഈ ഇപ്പൊ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്ന പോലെ സെൽഫ് അഗ്രൻഡൈസിങ് ബ്യൂറോക്രാറ്റ്സ് ആൻഡ് വോട്ട് സീക്കിംഗ് പൊളിറ്റീഷ്യൻസ് ആയി മാറും. ഇതല്ലാതെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ആ സമയത്തുള്ള ഒരു ചിന്ത. എന്തുകൊണ്ട് ഞാനൊരു നാഷണൽ ഗുഡ് ഗവേണൻസ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മാനിഫെസ്റ്റോ ഒക്കെ എഴുതി വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, ഒരു വെബ്സൈറ്റ് ചെയ്തിരുന്ന കാലമായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു ചെറിയൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം പലവരും വിളിച്ചപ്പം ഇദ്ദേഹമാണ് ക്ലീൻ 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 ഓണസ്റ്റിയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. പക്ഷെ മെനി ഓഫ് ദീസ് പാർട്ടീസ് ദേ ലാക്ക് ഫോക്കസ്. അവർ ഡേറ്റാ ബേസ് പാർട്ടീസ് ആണ്. ആൾക്കാരെ കാണിച്ചിട്ട് ഈ ബിഗർ പാർട്ടീസ് നിന്ന് പൈസ വരുന്ന അങ്ങനെ ഒരു രീതിയാണ് ഇവരൊക്കെ അവലംബിക്കുന്നത്. അപ്പം അത് നമ്മൾ ലേറ്റ് ആയിട്ടാണെങ്കിൽ ഡിസ്കവർ ചെയ്യുന്നതിന്റെ ഒരു അവർക്ക് കെരിസ്മ ഉണ്ട്. പക്ഷെ മച്ച് ലൈക്ക് Dr. Kamalasan is a world-class actor, but I'm world-class in governance. We can't be both. That's a problem. So most of these leaders come in because they are known, but there are so many unknown IAS officers who are doing yeoman service. അവരൊന്നും പൊളിറ്റിക്സ് വന്നാൽ നിങ്ങൾ പോലും വോട്ട് ചെയ്യത്തില്ല. ശരിക്കും. So that's the fact of the matter. നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഫേസ് ആയിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആൾക്കാർ വോട്ട് ചെയ്യുള്ളൂ. യു വോണ്ട് ബിലീവ് ഇറ്റ്. ഞാൻ ഐ വാസ് ഹാവിംഗ് എ ലഞ്ച് വിത്ത് സംബഡി ആൻഡ് സംബഡി ജോയിൻ ആൻഡ് ഹി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് എസ് സുപ്രീം കോർട്ട് ലോയർ ഡീലിംഗ് വിത്ത് FDI, a big time guy. He said, Dr. Santhosh, you used to for elections? I said, yes. Oh, I didn't vote for you. I said, why? No, my wife voted for you. I didn't vote for you. No, the other guy gave me biryani, so I did. So the point is, elections in the samayatha, they don't vote on the basis of any performance or any of the criteria that you think is possibly going to affect voting. It's not based on that. That's an unfortunate fact of Indian politics. എനിക്ക് മനസ്സിലായ 3-4 മാസത്തിൽ മനസ്സിലായ കാര്യങ്ങളാണ്. People don't vote. Even the educated people don't vote on the basis of those things. There are so many. ഒരു ആക്ടറിന്റെ ഫ്രണ്ടിൽ ഞാൻ ചെന്നോണ്ട് don't ask me any vote. I'm not voting for you. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട്? I'm the best candidate here. Educated. എന്റെ മനസ്സിൽ ഊറിപ്പോയി ADMK. It changed. There are many factors that, for example, Dr. Lal എന്ത് വലിയൊരു പ്രതിഭാസമാണ്, അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റില്ല. അപ്പം people vote on different lines. We need ഇപ്പൊ കേരളത്തിലെ പോപ്പുലേഷൻ ഇസ് ഡിഫറെന്റ്. ഇറ്റ്സ് എ വെരി ഡിസേർണിംഗ് പോപ്പുലേഷൻ. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയല്ല, പണത്തിന്റെ ഒക്കെ ഒരു ഇതുണ്ട്. അപ്പം ഇതൊരു റിസ്ക് ആണ് നമ്മൾ എടുക്കുന്നത്. ഒന്നും കയ്യിലില്ലാതെ 5 പൈസ കയ്യിലില്ലാതെ വെളിയിറങ്ങുമ്പോൾ നമ്മളുടെ ഫാമിലി സഫർ ചെയ്യും. എനിക്കൊരു ഫാമിലി ഉണ്ട്, അവർക്കും ഭക്ഷണവും ഇതൊക്കെ വേണം. അപ്പം അതിന് നമ്മളൊരു അപ്പൊ ഞാൻ ഒരു IAS അക്കാഡമിക് ലോഞ്ച് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് കൺസൾട്ടൻസി ഒക്കെ ആയിട്ട്. പോയിന്റ് ഇസ് ഇറ്റ് ക്യാൻ ബി ഡൺ. ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ, പക്ഷെ ഇറ്റ്സ് എ റിസ്ക്. നമുക്ക് നമ്മളുടെ ഒരു ഇനി അടുത്ത എത്ര വർഷം, ഒരു 10-25 വർഷം ജീവിച്ചിരിക്കുമ്പോൾ, ഇഫ് യു ആർ നോട്ട് ഡെഡ് ബിഫോർ ദാറ്റ്, നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മുടെ നാട് ഒരു വേൾഡ് ക്ലാസ് സ്വിറ്റ്സർലാൻഡ്, സാർ ഇരിക്കുന്ന ജനീവ അല്ലെങ്കിൽ ജർമ്മനി എന്തുകൊണ്ടായിക്കൂടെ എന്നുള്ളൊരു നമുക്കൊരു ധാർഷ്ട്യം ഉണ്ടല്ലോ. നമ്മൾ ഇത്രയും ഒരു ബ്രില്യൻ പോപ്പുലേഷൻ ആയിട്ട് എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ള അത് നമുക്ക് എല്ലാവർക്കും വരണം, എന്നാലേ വരുള്ളൂ. പൈസ, money, remittances, all those come. But as we say, is it possible to make a complete shift in the mindset of the average Malayali to have greater expectations? നമ്മുടെ ആൾക്കാർ എക്സ്പെക്ടേഷൻസ് ഈ പാല് ചോദിക്കുമ്പോഴേ ഇത് കിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ, people should start demanding world class, then they'll get world class. If people demand third class, they'll get third class. So that's a point. We need to raise the expectations, aspirations of our people. Thank you so much for that. Yeah, no, very helpful. Thanks. Thank you, sir. Thank you, Raj, sir. Thank you. Mr. Binu.
ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. സർ, ആക്ച്വലി എന്റെ ചോദ്യം കെ ഫോണിനെ കുറിച്ചാണ്. എന്റെ പേര് ബിനു എന്നാണ്. ഞാൻ ആക്ച്വലി സിഡാക് എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാണ്. എന്റെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് സീഡാക്കിനാണ്. ഇന്നൊരു ഫ്രണ്ട് of course moved out of CDAC and is joining a Bangalore company. പക്ഷേ സീഡാക്കിന് എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് in Chennai. ഓക്കെ സർ. ഓക്കെ, ഞാൻ ഇവിടെ ട്രിവാൻഡ്രമാണ്, വെള്ളയമ്പലത്തെ ഓഫീസിലാണ്. ഓക്കെ, എന്റെ ചോദ്യം സർ, ആക്ച്വലി നമ്മളുടെ ട്രൈബൽ മേഖലയിൽ ഏകദേശം 200-250 പഠനമുറികളുണ്ട്, സാമൂഹ്യ പഠനമുറികൾ. അപ്പം ഈ സാമൂഹ്യ പഠനമുറികളുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രോപ്പറായിട്ട് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല. അപ്പം നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ക്ലാസ്സസ് എന്ന് പറയുന്നതെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. സാറിന് അറിയായിരിക്കും, ഈ നമ്മുടെ ട്രൈബൽ മേഖലകളിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറോ സൗകര്യങ്ങളോ കോളനികളിലില്ല. അപ്പൊ അതിന് സമാന്തരമായിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു വളരെ വെൽ അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു സാമൂഹ്യ പഠനം. അപ്പം അവിടുത്തെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് ഇല്ല. അപ്പൊ നമുക്ക് അവിടത്തേക്ക് കെ ഫോൺ എത്തിക്കാനുള്ള സാഹചര്യമുണ്ടോ? അതിന് നമുക്ക് എങ്ങനെ അതെങ്ങനെ ചെയ്യാൻ പറ്റും? ആക്ച്വലി ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി വി ആർ ഡൂയിങ് എ പ്രോജക്ട് ഇൻ വയനാട്, ദാറ്റ് ഇസ് ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ കോളനീസ് എന്നാണ് പ്രോജക്ടിന്റെ പേര്. അത് നമ്മളുടെ ഒരു റോഷി പേരുന്നോ വയർലെസ് ടവേഴ്സ് ഒക്കെ ഇടുന്ന ഒരു പയ്യനുണ്ടല്ലോ വയനാട്ടില്, റോഷി തന്നെ. അല്ല, റോഷി എന്ന് പറഞ്ഞ പയ്യന അവിടെ വരുമ്പോഴാണ് എനിക്ക് ഞങ്ങള് ഇതിനെ ഡേറ്റനെ ഓവർലേ ചെയ്ത് നോക്കി. നമ്മുടെ നെറ്റ്വർക്ക് BSNL നെറ്റ്വർക്ക് മറ്റേ ഉള്ള ഡേറ്റ വെച്ചിട്ട് GIS നെറ്റ്വർക്കിന്റെ ഇപ്പൊ ചില ഏരിയാസ് ഈ പറഞ്ഞ പോലെ ഈ വയനാടൊന്നും കണക്റ്റഡ് അല്ല, നമ്മളും അവിടെ റീച്ച് ചെയ്തില്ല. ആക്ച്വലി ഒരു കമന്റ് കൂടെ പറയാം. അതായത് ആക്ച്വലി ഞാൻ ഏകദേശം അവിടുത്തെ അവിടെ ഇപ്പം 50 വയനാട് ജില്ലയിൽ മാത്രം ഏകദേശം 49 സാമൂഹ്യ പഠനം. ഈ 49 സാമൂഹ്യ പഠനമുറികളിലും നമുക്കിപ്പോ കണക്ടിവിറ്റി ഇല്ല. ഉള്ളത് ചെറിയ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയാണ്. അത് പക്ഷെ അവർക്ക് സഫീഷ്യന്റ് അല്ല. പിന്നെ അതോടൊപ്പം അവിടെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം, ഒരു എഡ്യൂക്കേഷൻ നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു പ്രോജക്ട് അവിടെ നടക്കുന്നുണ്ട്. ആക്ച്വലി ഇറ്റ്സ് ഗോയിങ് ഓൺ. അപ്പം അവിടെയും നമുക്കുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നെറ്റ്വർക്ക് ആണ്. ആക്ച്വലി ഞങ്ങളുടെ പ്രോജക്റ്റിന്റെ പാർട്ടായിട്ട് നെറ്റ്വർക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊരു വൈഫൈ നമ്മുടെ RF ആണ്. അപ്പം കെ ഫോൺ നമുക്ക് അങ്ങോട്ട് റീച്ച് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? 100% വിൽ ടേക്ക് ഇറ്റ് അപ്പ്. ബിക്കോസ് ഈ സാമൂഹ്യ പഠന മുറികളൊക്കെ നമ്മുടെ ഈ എൻഡ് ഓഫീസ് ലിസ്റ്റിൽ വന്നിട്ടില്ല. ഈ പറയുന്നത് അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ വി ക്യാൻ റീച്ച് ദേ. ചില ഏരിയാസ് നമുക്ക് റീച്ച് ചെയ്യാൻ പാടില്ല. നമുക്ക് ടവേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വയർലെസ് ആയിട്ട് ഗുഡ് ബാൻഡ്വിഡ്ത്ത് ആൻഡ് സ്പീഡിൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. സോ അതിന് ഓൾറെഡി വി ആർ എംപാനലിംഗ് ടവർ കൺസ്ട്രക്ഷൻ കമ്പനീസ്. ചെറിയ ഈ പറഞ്ഞ പോലെ റോഷി എന്നാണ് പേര്. ആക്ച്വലി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ കൊളാബറേറ്റ് ബിക്കോസ് വി ഹാവ് ഓൾറെഡി വി ഹാവ് എ പ്രോജക്റ്റ് പ്രപ്പോസൽ ടു ദേർ. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും അവിടെ വയനാട് ജില്ലയിൽ കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള ഞങ്ങളുടെ പ്രോജക്ടിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പം BSNL അതുപോലെ തന്നെ BSNL ടവർ യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ RF വൈഫൈ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഇറ്റ് ഇസ് പോസിബിൾ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ അത് കെ ഫോണിലേക്ക് മാറ്റാൻ, വയർലെസ്സും കൊടുക്കാവുന്നതാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട്. നമ്മൾ നാച്ചുറൽ കൊളാബറേറ്റേഴ്സ് ആണ്. ബിക്കോസ് ഞങ്ങൾക്ക് വേണ്ടത് അത്, നിങ്ങൾക്ക് വേണ്ടതാണ്. ബിക്കോസ് ഇന്റർനെറ്റ് എല്ലായിടത്തൊക്കെ ഉണ്ട്, ഈ ഇല്ലാത്തടത്താണ് കൊടുക്കുന്നതാണ് മിടുക്ക്. അപ്പൊ അതൊരു ചലഞ്ചുമാണ്. അപ്പം ഐ എം പേഴ്സണലി കമ്മിറ്റഡ് ടു ദിസ്. ഓണറബിൾ ചീഫ് സംസാരിക്കുന്നത് അനുപമ IAS ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരിക, ഞങ്ങൾ ചെയ്യാം. ബിക്കോസ് വി ആർ ഇൻ എ ബെറ്റർ പൊസിഷൻ ടു ഡു ദാറ്റ് ബിക്കോസ് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രോജക്റ്റിനെ കുറിച്ച് വളരെ നന്നായിട്ട് മാഡമായിട്ട് സംസാരിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്യണം. നെക്സ്റ്റ് വീക്കിൽ തന്നെ ഒന്ന് വരിക, മൺഡേ വരിക. ഞാൻ ആക്ച്വലി ടുഡേ ഐ ആം ഇൻ ചെന്നൈ, പക്ഷേ മൺഡേ ഐ വിൽ ബി ദേർ. ഞാൻ മൺഡേ തന്നെ വരാം. വാട്സ്ആപ്പ് ചെയ്താൽ മതി. ആക്ച്വലി ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സാറല്ല, നമ്മുടെ അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ആ സമയത്ത് കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. ഇപ്പം അന്നേരം നമുക്ക് ജൂൺ 30 ഡിസ്കഷനുള്ള സ്റ്റേജ് അല്ലായിരുന്നു. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും, ഫുൾ ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് ആവും. അതിന്റെ പുറകെ we are going to implement an AI based cervical cancer detection and diabetic retinopathy and the person emerging technologies ആണ് എനിക്ക് വലിയ താല്പര്യം. ബിക്കോസ് ഈ കെ ഫോൺ എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇതിൽ പ്രോജക്ട് മാനേജ്മെന്റ് സ്കിൽസേ ഉള്ളൂ. എന്റെ IT സ്കിൽസ് ഒന്നും അവിടെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബ്ലോക്ക് ചെയിനും അതൊക്കെയാണ് എന്റെ
ഇതിന് പുറത്ത് കളിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വലിയൊരു, അതിനുവേണ്ടിയാണ് ഐ എം ലുക്കിംഗ് ഫോർവേഡ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ പഠനമുറികളിൽ നല്ല ഹൈ സ്പീഡും ഇന്റർനെറ്റ് കൊടുക്കാൻ പറ്റും നമ്മുടെ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഇരിക്കുമ്പോൾ. നമ്മളെ ഈ പഠനമുറികളെ അതായത് പഠനമുറികളുടെ ഒരു പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്ക് ശേഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കോവിഡ് ഒക്കെ മാറി സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് 4 മണിക്ക് ശേഷവും. ആക്ച്വലി ഈ രാവിലെ മുതൽ 4 മണി വരെ പഠനമുറി എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഫ്രീ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒരു അക്ഷയ സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വൺ ഓഫ് ദ. അതുപോലെ തന്നെ നമുക്കൊരു സ്പെഷ്യൽ PSC കോച്ചിങ് അങ്ങനെയുള്ള ഒരു സാധനം നമുക്കൊരു സെൻട്രൽ സ്റ്റുഡിയോയിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. സിമിലർലി അവരുടേതായിട്ടുള്ള അവർക്ക് ചിലപ്പം അവിടെയുള്ള ട്രൈബ്സിനെ നമുക്ക് ഒരു കമ്പ്യൂട്ടർ ലിറ്ററസി പ്രോഗ്രാംസ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പഠനമുറികൾ അവിടെ ഒരു നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു 10-60 ലക്ഷം രൂപ ഇരിപ്പുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ ഈ SDPK എന്ന് സ്കിൽ ഡെവലപ്മെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പം ദാറ്റ് ഓൾസോ വി ക്യാൻ എസ്റ്റാബ്ലിഷ്. ഈ പഠനമുറി എന്ന് പറയുന്നത് നമുക്കൊരു വേൾഡ് ക്ലാസ് പഠനമുറിയാക്കി മാറ്റാം ഫോർ എ ചേഞ്ച്. അങ്ങനെ പെർഫെക്റ്റ് ആക്കണമെന്നില്ല, പക്ഷെ എന്റെ പൈസ ഉണ്ട്, ഐ ക്യാൻ ഓൾവേസ് ഗിവ് ഇറ്റ്. അപ്പം അങ്ങനെ ഒന്ന് കൊളാബറേറ്റ് ചെയ്യാം. സോ ഐ വോണ്ട് യു ടു കം മൺഡേ ട്യൂസ്ഡേ വരാൻ പറ്റുകയാണെങ്കിൽ എന്നിട്ട് നമുക്ക് അതിന്റെ ഈ റോഷിയാണോ അതിന്റെ പേര് ഞാൻ സഡൻ ആയിട്ട് മറക്കാണ്, വളരെ കമ്മിറ്റഡ് ആയി വയനാട് മൊത്തം ഈ ടവേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി. അപ്പൊ എനിക്ക് ആ ടവറിൽ ഫൈബർ എത്തിച്ചാൽ മതി. ബാക്കി ഹി ഹസ് ഡൺ ഇറ്റ് ഇൻ കണ്ണൂർ ഓൾസോ. വളരെ ഫാന്റാസ്റ്റിക് വർക്ക് ആണ്. ഇത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉള്ളപ്പം ആൻഡ് ലൈക്ക് യു ദേർ, ദിസ് ഇസ് നോട്ട് എ ഡിഫിക്കൽട്ട് തിങ്. ബിക്കോസ് ഇവിടെ എത്തിക്കാൻ പറ്റുകയാണ് നമ്മുടെ ഇതിന്റെ ഏറ്റവും വലിയ സക്സസ് നമുക്ക് പറയാൻ പറ്റുന്നത്. മറ്റിടത്തൊക്കെ എങ്ങനെയെങ്കിലും അതുപോലെ ഡോക്ടർ ഹാഫിസ് ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കും. അപ്പം സാറുമായിട്ട് ഒരു മീറ്റിംഗ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഞങ്ങളൊരു ജെറിയാട്രിക് കെയർ പ്രപ്പോസൽസ് ഒക്കെ. അറിയാം നമ്മുടെ ഹഫീസ് നമ്മുടെ CM ഓഫീസിലാണ്, വെരി ബ്രില്യന്റ് തിങ്കർ. അപ്പം നമ്മുടെ ജൂനിയർ ആയിരുന്നു, എന്റെ 1 year ജൂനിയർ ആയിരുന്നു ഹഫീസ്. അപ്പം വിൽ ഓൾ കൊളാബറേറ്റ്. ഐ എം വെരി പൈസയുടെ അല്ല ഇത് ഇഷ്യൂ, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് collaborating. ഇപ്പൊ പല ഏജൻസീസ് we are not collaborating, we should be collaborating. So let's do that. ഞാൻ പറയാം. Thank you sir. Please come. എന്റെ മൊബൈൽ നമ്പർ നോട്ട് ചെയ്തോളൂ. എന്റെ മൊബൈൽ നമ്പർ 9904 1 second sir 99 404 74863 വാട്സ്ആപ്പ് നമ്പർ 863. Okay, 74863, right sir? Yeah. Please give me a WhatsApp ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് we can be in touch. Will do. വളരെ സന്തോഷം. Thank you. ഡോക്ടർ ഹാഫിസും നമ്മുടെ പരിപാടികളുമായിട്ട് എപ്പോഴും സഹകരിക്കുന്നതാണ്. ഇനി അടുത്ത ഡോക്ടർ സന്തോഷ് രാജഗോപാൽ. ഹലോ, കേൾക്കാമോ? കേൾക്കാം ഡോക്ടർ. ഓക്കെ, ഞാൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നു ഒരു 15 years. WHO ലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, തമിഴ്നാട്ടിലായിരുന്നു 15 years. ഇപ്പോ കേരളത്തിലാണ്. സോ സിമിലർ നെയിം ആൻഡ് വാട്ട് വി ആർ ഡൂയിങ്. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ ആക്ച്വലി ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിരുന്നു. വെൽ, വി ആർ ഓൾ എക്സൈറ്റഡ് അബൌട്ട് ഈ ഒരു ലെവലിലുള്ള ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ ഈ ലോവർ ലെവലിലുള്ള ഗവൺമെന്റ് സ്റ്റാഫ് പലപ്പോഴും ഡാറ്റ ലിറ്ററസി തരത്തിൽ ഭയങ്കര പൂറാണ്. ജസ്റ്റ് എൻ എക്സാമ്പിൾ, എല്ലാ ഗവൺമെന്റ് ഓഫീസസും Gmail ID ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഗവൺമെന്റ് ID അല്ല യൂസ് ചെയ്യുന്നത്. ഈവൻ ഡാറ്റ ഷെയർ ചെയ്യുന്നത് പോലും ഇങ്ങനത്തെ ഐഡിയിലാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഈ ഡാറ്റ പ്രൈവസിനെ പറ്റി ഒരുപാട് സംസാരിക്കുമ്പോൾ സ്പ്രെഡ്ഷീറ്റിൽ മെഡിക്കൽ ഡാറ്റ ഷെയർ ചെയ്യും. ഞാനത് മുഴുവൻ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്പ്രെഡ്ഷീറ്റ് പോലും ഷെയർ ചെയ്യുന്നിട്ടാണ് നമ്മൾ അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ആക്ച്വലി ഈവൻ ലീഗലി പോലും അത് വാലിഡ് അല്ല. കാരണം ഇന്ത്യയിലെ ഹെൽത്ത് ഡാറ്റ ഷുഡ് ബി ഇൻസൈഡ് ഇന്ത്യ എന്നുള്ളതാണ് നമ്മുടെ ഒരു റൂൾ തന്നെ. അതുപോലും അറിയില്ല പലർക്കും. ബേസിക്കലി ലിറ്ററസിയുടെയും ഡാറ്റ കൾച്ചറിന്റെ ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. ഇപ്പൊ ഹെൽത്തിലാണെങ്കിൽ ഡാറ്റ എൻട്രി ചെയ്യുന്നത് ഏറ്റവും താഴെ ലെവലിലുള്ള, അതായത് നമ്മുടെ താഴെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഹയറാർക്കിയിൽ നമ്മുടെ തമിഴ്നാട് പറയുകയാണെങ്കിൽ വില്ലേജ് ഹെൽത്ത് നഴ്സ് പോലെ, ഇവിടെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, ഇവരൊക്കെയാണ്. പക്ഷെ ഇവരുടെയൊക്കെ ഒരു ലെവൽ ഓഫ് കോമ്പറ്റൻസ് പറയുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അതിനുള്ള ഒരു എക്യുപ്ഡ് അല്ല അവര്. സോ ഇത് ഓവർകം ചെയ്ത് എങ്ങനെയാണെന്ന് എനിക്ക് സത്യത്തിൽ പിടികിട്ടിയിട്ടില്ല എങ്ങനെയാണ്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിന്റെ ഈ ഹെൽത്ത് HMIS പോർട്ടലും RCH പോർട്ടലുള്ള ഡാറ്റ ഒക്കെ ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ്. എക്സ്റ്റേണൽ ഇൻകൺസിസ്റ്റൻസി, ഇന്റേണൽ ഇൻകൺസിസ്റ്റൻസി, ഒരുപാട് പ്രശ്നമുണ്ട്. എല്ലാ മാസം റിവ്യൂ മീറ്റിംഗ് നടത്തിയാൽ പോലും ഇപ്പോഴും പല ഫീൽഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്ട് ചെയ്യുന്ന ഡാറ്റയാണ് എൻട്രി ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഇത് എങ്ങനെ ഓവർകം ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് മ്യൂസിങ് വാട്ട് ക്യാൻ ബി ഡു അബൌട്ട് ഇറ്റ്? Thank you, doctor. This is a pervasive issue in government. നമ്മളെല്ലാം ഈ കമ്പ്യൂട്ടേഴ്സ് ഓഫീസിൽ ഇരിക്കുമ്പം പെൻ ഡ്രൈവ്സ് ചുമ്മാ കൊണ്ടിടുക, ഒരു ബേസിക് ഇതുമില്ല. അപ്പം ഗവൺമെന്റ് ഐ തിങ്ക് കറന്റ്ലി ഈസ് ലുക്കിംഗ് അറ്റ്
നമുക്ക് ഓഫീസിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസേഴ്സിന്റെ ആവശ്യമുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഓഫീസർ അറ്റ്ലീസ്റ്റ് 1 person ഷുഡ് ബി ദേർ ആസ് എൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസർ. വൺ ഇസ് ദാറ്റ്. സെക്കൻഡ് ഇസ് ഈ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഓപ്പൺ ഡേറ്റ, അത് ഷെയറിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, പ്രൈവസി ഇഷ്യൂസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പനിങ് ഇൻ ദ സ്റ്റേറ്റ്. എനിക്കത് അറിയാം. ഞാൻ തമിഴ്നാട് അറ്റ്ലീസ്റ്റ് ഐ വാസ് ഹാൻഡ്ലിങ് ഇറ്റ്. ഇവിടെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഐ വിൽ നോട്ട് ബി ഇൻ എ പൊസിഷൻ ടു ആൻസർ ഇറ്റ് ഇൻ എ വെരി അതോറിറ്റേറ്റീവ് വേ. ബട്ട് എൻ്റെ ജൂനിയർ യങ് ഒരു IAS ഓഫീസർ ഉണ്ട്, സ്നേഹിൽ. ഹീസ് ദി IT മിഷൻ ഡയറക്ടർ. അവർ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ഐ ബിലീവ് ദാറ്റ് മെനി ഓഫ് ദീസ് തിങ്സ് ക്യാൻ ബി റിസോൾവ്ഡ് ഇഫ് അവർ ചെയ്യുന്ന ആ കാര്യങ്ങൾ അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ഈ ഡേറ്റ, ഈ സ്പ്രെഡ്ഷീറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് എന്റെ ഏറ്റവും വലിയ എനിമി ഈ സ്പ്രെഡ്ഷീറ്റ് ആണ്. സ്പ്രെഡ്ഷീറ്റും ഈ ഗൂഗിൾ പേജോ ഗൂഗിൾ ഇതുണ്ട്, എല്ലാവരും എല്ലാത്തിലും ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും. ആൻഡ് ഈ ഓൺ എ ഡെയിലി ബേസിസ് ഡേറ്റ ചേഞ്ചസ്. ഇന്നലെ തന്ന ഡേറ്റ അല്ലായിരിക്കും ഇന്നത്തെ ബേസ് ഡേറ്റ. സോ I personally feel that these things should be banned. I mean, spreadsheets should be basically evolved from the field. Village health nurse എന്ന് വരുന്ന ഡേറ്റ ആയിരിക്കണം ഏറ്റവും ടോപ്പ് ലെവലിൽ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. അത് അവിടെ ടൈപ്പ് ചെയ്ത് പോവാതെ വൺ ടൈം ടൈപ്പിംഗ് ആയിരിക്കണം അത്. ബട്ട് ദിസ് റിക്വയർസ് എ ലോട്ട് ഓഫ് പോളിസി ചേഞ്ചസ്, കണ്ടിന്യൂസ് ചേഞ്ചസ്. ഇപ്പം ഇതില് ഈ K-phone വരുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് എവറി ഓഫീസ് വിൽ ഗോ ഇൻ ഈ ഓഫീസ് മോഡ്. ഇപ്പം എല്ലാ ഓഫീസേഴ്സും സെക്രട്ടേറിയറ്റ് ഒക്കെ ഈ ഓഫീസിലാണ്. പക്ഷെ പഞ്ചായത്ത് ഓഫീസോ വില്ലേജ് ഹെൽത്ത് നഴ്സിന്റെ ഓഫീസോ അംഗൻവാടി വർക്കറിന്റെ ഓഫീസോ ഒന്നും ഈ ഓഫീസല്ല. പക്ഷെ ബൈ ജൂൺ onwards, all these 30,000 offices ഞങ്ങൾ കണക്ടിവിറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 20,000 ഓഫീസേഴ്സ് കണക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞു. അപ്പം ദ പെർവേസീവ് യൂസ് ഓഫ് ലാപ്ടോപ്സ് ആയാലും ഈ ഹാർഡ്വെയർ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ slowly we can introduce the element of privacy and security. അത് introduce ചെയ്തേ പറ്റുള്ളൂ. We are very lucky that nobody is hacking us. I mean, to be honest, നമ്മളെല്ലാം സിറ്റിംഗ് ഡക്സ് ആണ്. ഐ മീൻ ഫർഗെറ്റ് ഈവൻ ലോവർ ലെവൽ. എൻ്റെ ഓഫീസിൽ ഞങ്ങൾ പല ആൾക്കാരും ജിമെയിൽ ഇപ്പോഴും ഒഫീഷ്യൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ വി ആർ ട്രൈങ് ടു ഡു അവേ വിത്ത് ദാറ്റ്. അറ്റ്ലീസ്റ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നമ്മുടെ ഓഫീസിൽ ഇതൊന്നും പാടില്ല, അങ്ങനത്തെ ഒരു അപ്രോച്ച് എടുത്തിരിക്കുകയാണ്. ബട്ട് ഐ തിങ്ക് അറ്റ് സം പോയിന്റ് ഇൻ ടൈം ഗവൺമെന്റ് വിൽ സ്റ്റെപ്പ് ഇൻ ആൻഡ് സേ നോ, വി കാൻറ്റ് യൂസ് ദീസ് ബിക്കോസ് data localization, as you said, is supposed to be in India. ഈ ജിമെയിൽ ഒക്കെ സെർവർ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. So point taken, Dr. Santhosh. Thank you. We will be in touch and you look so familiar. I mean, നമ്മൾ എവിടെയെങ്കിലും മീറ്റ് ചെയ്യണം, തമിഴ്നാട്ടിൽ തന്നെ മീറ്റ് ചെയ്താണ്. Thank you, sir. Where are you, Doctor? Where are you now? ഇപ്പം ഞാൻ ഇപ്പൊ കാലിക്കറ്റ് ബേസ്ഡ് ആണ്. കാലിക്കറ്റ് ബേസ്ഡ് നോർത്ത് കേരള 7 districts. WHO തന്നെ. You are a doctor? Yeah. Which ഏത് വർഷമാണ് MBBS? ഞാൻ തൃശ്ശൂരാണ് ജോയിൻ ചെയ്തത്. 87 7th batch in Thrissur Medical College. ഞങ്ങളെ ജൂനിയർ 18. I was in 85. Okay, you were in Thrissur? No, Trivandrum Medical College. Okay. Thank you. Okay, thank you. രാജേന്ദ്രൻ. വളരെ പാഷനോട് കൂടിയാണ് സാറുടെ സംസാരം കേട്ടുകൊണ്ടിരുന്നത്. അത് വളരെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ഒപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്ന മേഖലയിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യണം എന്ന് പ്രചോദനം നൽകാൻ കൂടി സാറിന്റെ വാക്കുകൾ സാധിച്ചു. സാർ, എൻ്റെ ചോദ്യം, നമ്മുടെ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. അപ്പം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ എന്തൊക്കെ സാധ്യതകളാണ് കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഇനിയും നമ്മൾ ഉപയോഗിക്കാനുള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തെ. രണ്ടാം സാർ, നമ്മുടെ ആശുപത്രികളിലും ആരോഗ്യരംഗത്തൊക്കെ ധാരാളം ഡാറ്റാസ് ഉണ്ട്. അത് ഭാവിയിലെ ഒരു പോളിസിക്ക് വേണ്ടി നമുക്ക് എത്ര ഫലപ്രദമായി ഈ സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് സാറിന്റെ വീക്ഷണം എന്താണെന്ന് അറിയാൻ കൂടി താല്പര്യമുണ്ട്. സാറിന്റെ പേരെന്തോ? ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഡോക്ടർ രാജേന്ദ്രൻ. എൻ്റെ ഒരു നിർഭാഗ്യം അല്ലെ ദൗർഭാഗ്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഡോക്ടറായിരുന്നിട്ട് എനിക്ക് ഹെൽത്തിന്റെ ഒരറ്റം വരെ എത്താൻ പറ്റുള്ളൂ. ആയുഷിലെ എത്താൻ പറ്റുള്ളൂ. അതിന്റെ ഡയറക്ടറായിട്ട് 6 months അത് മാത്രമേ ഇരുന്നുള്ളൂ. അത് കംപ്ലീറ്റ്ലി ഞാൻ ട്രാൻസ്ഫോം ചെയ്തു, അത് വേറെ വിഷയം. പക്ഷേ ഐ വാസ് നെവർ ഇൻ ഹെൽത്ത്. മൈ ഇൻട്രസ്റ്റ് വാസ് ഓൾവേസ് ഇൻ ഹെൽത്ത്. ഇപ്പൊ ഡോക്ടർ ലാലൊക്കെ MPH എടുക്കുമ്പോൾ ഞാനും ആ സമയത്ത് MPHന് വേണ്ടിയൊക്കെ ട്രൈ ചെയ്തതാണ്, ചെയ്തില്ല. സോ ബട്ട് ഇപ്പൊ എൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഡോക്ടർ സന്തോഷ് മാത്യു ഈസ് എൻ IAS ഓഫീസർ, ബീഹാർ കാഡർ. പുള്ളി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹെൽത്ത് സെക്രട്ടറിയുടെ ജോയിന്റ് അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഹി വാസ് ടോക്കിംഗ് അബൌട്ട് പ്രിസൈസ്ലി ദിസ്.
അതായത് നമ്മുടെ കയ്യിൽ ഉള്ള massive amounts of data ആണ്. So is it not possible to use this data to make it easy for the citizens, for the doctors, for everybody? ഇത് ഓൾറെഡി നമ്മുടെ നാഷണൽ ഹെൽത്ത് ഡിജിറ്റൽ ഹെൽത്ത് മിഷനിൽ എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഹീസ് പോസിബിളി മൂവിങ് എ ലിറ്റിൽ അഹെഡ് ഓഫ് ഇറ്റ്. ബട്ട് എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ നമുക്ക് യുണീക്ക് IDs ഉണ്ട്, ആധാർ പോലെ. അതേപോലെ നമ്മുടെ ഡേറ്റയും ലോകത്തിൽ എവിടെ ഇരുന്നാലും. സോ ഐ സ്റ്റഡീഡ് ദിസ് നാഷണൽ ഹെൽത്ത് സർവീസ് വെൻ ഐ വാസ് ഇൻ ദ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ്. അതിന്റെ സ്റ്റഡി ചെയ്തപ്പം ബേസിക്കലി അവിടെയൊക്കെ ക്യൂസ് ആണ്, ഭയങ്കര ക്യൂസ് ആണ് ഗെറ്റ് അപ്പോയിന്റ്മെന്റ് ഉണ്ടാവും. ആൻഡ് ഒരിടത്ത് ഒരു എക്സ്റേ എടുക്കണം അല്ലെങ്കിൽ ഇത് എടുക്കണമെങ്കിൽ മെനി ഡേയ്സ് ദേ ഹാഡ് ടു വെയിറ്റ് അൺലെസ് ഇറ്റ്സ് എൻ എമർജൻസി. അപ്പം അവർ ചെയ്ത ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ ഡേറ്റ പോർട്ടബിലിറ്റി. എവിടെ പോയാലും വിത്ത് ദ സെയിം ഡേറ്റ അനദർ ഡോക്ടർ ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ്. സോ ഐ തിങ്ക് ഈ ഡേറ്റ എവിടെ പോയാലും the person should be able to use that, whether it's in the private sector, whether it's in the government sector, whether it's in the NGO sector. എവിടെയായാലും ഒരൊറ്റ ഡേറ്റ, ഒരു ഹ്യൂമൻ ബീങ്ങിന് ഒരു ഡേറ്റയേ ഉള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഐ തിങ്ക് ദ നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ ഇസ് മൂവിംഗ് ടുവേർഡ്സ് ദാറ്റ്. ദ സ്റ്റേറ്റ് ഓഫ് കേരള നൗ ഇപ്പം ഹെൽത്ത് അണ്ടർ ഡോക്ടർ മിസ്റ്റർ സഫീറുള്ള IAS, they are also doing a lot of work. So I think എനിക്ക് അതിൽ ഡീപ്പായിട്ട് അറിയില്ല, frankly, if you ask me, because I am not worked in that sector. But my understanding is this: the data portability is one. And second is opinions of doctors. Ipo namukku oru set of doctors and a set of patients undu. So is it possible to use artificial intelligence to connect different sets of doctors to different sets of patients and get opinions across the board? That's another piece of thought that I can have. Then മൂന്നാമത് ചോദിച്ച ഒരു ചോദ്യം ഉണ്ട്. ലാസ്റ്റ് ചോദിച്ചത് ഡോക്ടർ രാജേന്ദ്രൻ ചോദിച്ച ഒരു ചോദ്യമാണ്, അവസാനം ചോദിച്ചത്. സാറേ, നമ്മളെ ഡാറ്റാസ് ഇതുപോലുള്ള പോളിസി മേക്കിങ്ങിന് റിസർച്ചിനൊക്കെ ഉപയോഗിക്കുന്ന നേരത്തിൽ നമ്മൾ ഗവൺമെന്റ് സെക്ടറിന്റെ ഡാറ്റാസ് നമുക്ക് എങ്ങനെ? അതെ. സോ ബേസിക്കലി ഇപ്പം ഈ ഫിൻടെക്കിലൊക്കെ അവർ യൂസ് ചെയ്യുന്ന ഈ ബാങ്കിന്റെ ഡേറ്റാസ് യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ടപ്സിന് അത് കൊടുക്കുകയാണ്. സോ സ്റ്റാർട്ടപ്സ് ക്യാൻ ആക്ച്വലി പ്ലേ അറൌണ്ട് വിത്ത് ഡേറ്റ ആൻഡ് കം ഔട്ട് വിത്ത് എക്സലന്റ് ഫിൻടെക് പ്രോഡക്ട്സ്. സോ അതുകൊണ്ട് ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ ഡേറ്റ എല്ലാം നമുക്ക് സ്റ്റാർട്ടപ്സിന് വിത്ത് ഓഫ് കോഴ്സ് വിത്ത് സം സെക്യൂരിറ്റി അറൌണ്ട് ഇറ്റ് അവർക്ക് കൊടുത്ത് നമ്മളുടെ ഈ സ്റ്റാർട്ടപ്സിന് ഒരു പ്ലേ ഫീൽഡ് ആക്കിയത് മാറ്റാം. അതാണ് നമ്മളിപ്പം കൊടുക്കാത്തത്. ഐ മീൻ ഇറ്റ്സ് നോട്ട് അവൈലബിൾ ടു സ്റ്റാർട്ടപ്സ്. ഐ എം വെരി പാഷനേറ്റ് അബൌട്ട് ദിസ് ബിക്കോസ് നമ്മളെപ്പോഴും സ്റ്റാർട്ടപ്സിന് മാർക്കറ്റ് പ്ലേസ് കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷേ അവർക്ക് വേണ്ടിയത് ഡേറ്റയാണ് ഫസ്റ്റ്. സെക്കൻഡ് അവർക്ക് വേണ്ടിയത് മാർക്കറ്റാണ്. മാർക്കറ്റ് വി ആർ വില്ലിംഗ് ടു പ്രൊവൈഡ്, ബട്ട് ഡേറ്റ വി ആർ നോട്ട് വില്ലിംഗ് ടു പ്രൊവൈഡ്. സോ ഞാനത് ഇപ്പം IKML ഉള്ളതുകൊണ്ട് ഐ എം സിറ്റിംഗ് ഓൺ മാസീവ് അമൗണ്ട്സ് ഓഫ് ഡേറ്റ. ഇറ്റ്സ് മാസീവ്. 40,000 കോടി 50,000 കോടിയൊക്കെയാണ് ഒരു സോഫ്റ്റ്വെയറിനകത്ത് പോയിരിക്കുന്നത്. അപ്പം I plan to take up, but it's it takes a lot of collaboration with my team because they are very insecure about these things. Avarokke samsarichu, this is for a bigger purpose. Ee data as adime paranjadu pole it's more than gold, it's more than anything, it's more than oil. Aa understanding undengil if we can transport la bus la important as sir paranjadu അവിടെ ഇരിക്കുന്ന എത്ര പാർട്ടിസിപ്പൻസ്, എത്ര പേരുടെ മൊബൈൽ നമ്പർ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന, അത് എല്ലാവരും നമ്മൾ ഡെയിലി കാണുന്നതാണ്. ഫോണിൽ നമ്മൾ എത്ര പേര് വിളിക്കുന്നു, നമ്മുടെ ഡേറ്റ നമ്മൾ കൊടുക്കാതെ തന്നെ അവർ നമ്മൾ വിളിക്കുകയാണ്. പക്ഷേ ഗവൺമെന്റ് അതൊരു പോളിസി മാറ്റർ ആയിട്ട് എടുത്തിട്ട് ദിസ് ഇസ് സംതിങ് വിച്ച് ഐ എം പേഴ്സണലി വെരി പാഷനേറ്റ് അബൌട്ട് ആൻഡ് വോണ്ട് ടു ടെൽ ഗവൺമെന്റ്. പക്ഷെ ഞാൻ ഇപ്പം ഈ ഗവർണൻസിലല്ല, ഐ എം ഇൻ project management and K-Phone. Luckily, I'm CMD, Chief Mission Director of IKM. So I can do exactly what Dr. Rajendran is saying. So I'm hoping to do that, to play around with data. That's exactly what you had in mind, I think. Thank you. Thank you, sir. Mr. Deepu Babu. Hello, sir. Hello, sir. Sir, എൻ്റെ പേര് ദീപു ബാബു, ട്രിവാൻഡ്രത്ത് നിന്നാണ്, സോഷ്യൽ വർക്കറാണ്. സാർ, വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. എനിക്ക് താമസിച്ചാണ് സാറിന്റെ ക്ലാസ് കേൾക്കാൻ പറ്റിയത്. എങ്കിലും സാർ, 1-2 ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഡാറ്റ ഫ്ലോ ഓഫ് ഡാറ്റ, പിന്നെ ഹ്യൂമൻസിന്റെ നമ്മുടെ പ്രൈവസി, ഇതിനെ സാർ എങ്ങനെ കാണുന്നു എന്നുള്ളത്, സയന്റിഫിക്കായിട്ട് എങ്ങനെയാണ് സാറ് കാണുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഒരു സാറ് ചോദിച്ച പോലെ വയനാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ സാറ്റലൈറ്റ് പോലുള്ള പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ വരാനും സ്വന്തമായിട്ട് സർവർ ഫോമുകൾ ഇവിടെ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ തുടങ്ങാനുള്ള എന്തെങ്കിലും കൺസെപ്റ്റുകൾ ഉണ്ടോ എന്നാണ്. കാരണം സാർ തന്നെ നേരത്തെ പറഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോഴും ജിമെയിലാണ്, നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ഈ പറയുമ്പോൾ ഓപ്പൺ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലിനക്സിന്റെ ഭാഗങ്ങൾ പോലും വിദേശിയാണ്, നമ്മുടെ ആയിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ടോ
എന്നുള്ള ഒരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. മൂന്നാമത്തത്, ആരോഗ്യ രംഗത്ത് ഇപ്പം റോബോട്ടിക് സർജറി ഉൾപ്പെടെയുള്ള ധാരാളം ടെക്നോളജികൾ അല്ലെങ്കിൽ AI ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സാധ്യത എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യുവതലമുറയ്ക്ക് എങ്ങനെയാണ് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. Deepu, too many questions. Anyway, data and privacy is no, the good. No, these are very important questions that you have raised. Data and privacy goes together. അത് നമ്മൾ കമ്പ്യൂട്ടർ തുടങ്ങിയ സമയത്ത് മുതൽ ഉള്ള കാര്യമാണ്. But the only problem is the moment we touch the smartphone, നമ്മുടെ privacy എല്ലാം പോയി. ഒരു കാര്യമില്ല. Only thing that we can do is to keep abreast with latest technology so that we are not hacked. അത്രേ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഐ റിമെമ്പർ ഇവര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇതുണ്ടല്ലോ, സെക്യൂരിറ്റി ഏജൻസി സർട്ടിൻ, എനിക്കൊരു ഇമെയിൽ വന്നു, ഈ താലൂക്ക് ഓഫീസിൽ ഈ പർട്ടിക്കുലർ കമ്പ്യൂട്ടർ ഇൻഫെക്റ്റഡ് ആണ്, ഐ മീൻ ഇറ്റ്സ് ഗോട്ട് ഹാക്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഐ കോൾഡ് അപ്പ് ദി കളക്ടർ ആൻഡ് സെഡ്, യുവർ ദിസ് പർട്ടിക്കുലർ. Then she asked me, how do you know that, sir? I said, that's technology, that's what the certain is doing. പക്ഷേ ഓരോ സ്റ്റേറ്റിനും സെർട്ട് വേണം. അത് വിത്തിൻ ദി ഗവൺമെന്റ് ഇക്കോസിസ്റ്റം, ഗവൺമെന്റ് ഈ ഇക്കോസിസ്റ്റത്തില് എല്ലാ കമ്പ്യൂട്ടറും ഹാക്കബിൾ ആണ് 100%. സോ ഇപ്പം നമ്മുടെ IT മിഷനൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Earlier itself they have done it, an IP dome, and then they have done a lot of layering of technology for security. So we have to keep one abreast of all this. So technology pervasive ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രേലി ടെക്നോളജിയും ഇപ്പൊ പെഗാസസ് ഒക്കെ യൂസ് ചെയ്യുന്നത് വന്നുകൊണ്ട് സെക്യൂരിറ്റി is only as much as how do you define it? There's no security. You have to be സങ്കല്പം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ നമ്മൾ കുറച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അത് പക്ഷെ വി ഷുഡ് ബി കോൺഷ്യസ് ഓഫ് ദാറ്റ്. സോ ഡേറ്റ ആൻഡ് പ്രൈവസി, ഡെഫിനറ്റ്ലി പ്രൈവസി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പ്രഡിക്റ്റീവ് ഗവർണൻസ് മീൻ ചെയ്യുന്നത് ഇറ്റ്സ് അറൌണ്ട് ദി ഇൻഡിവിജ്വൽ, ഇറ്റ്സ് നോട്ട് അറൌണ്ട് ദ ഫയൽ, it's citizen centric. So basically we'll be building. So what I'm saying is that there should be mother data of Santhosh Babu. Ee Santhosh Babu ne 40 department 40 വിധമായിട്ടായിരിക്കും എഴുതുന്നത്. SANTHOSH, SANTOSH, SANTHOSH എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എഴുതി വെക്കണം. ഒരിടത്തും ഡീഡ്യൂപ്ലിക്കേറ്റും വരാതെ. But I was telling that we should have one mother department to keep the data of me, and all of the departments can only add rows and dots and rows and columns to me, to that single person. So but the problem is, our data, huge amount of data will breach. It's a massive, it could be a massive breach. But there's no other way I can see in which my predictive governance, what I think, can be delivered. As a citizen, apply ചെയ്യാതെ തന്നെ അവരുടെ ലൈഫ് സൈക്കിൾ ബേസ് ചെയ്ത് ഡിഫറെന്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെ പ്രോംപ്റ്റ് ചെയ്ത് ബ്ലോക്ക് ചെയിൻ ലെയർ വഴി ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ പയ്യന് ഈ സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അത് ആ സർട്ടിഫിക്കറ്റ് അവരുടെ മൊബൈൽ ഫോണിൽ എത്തിക്കുക. അതാണ് ഞാൻ പ്രഡിക്റ്റീവ് ഗവർണൻസ് മീൻ ചെയ്യുന്നത്. പക്ഷേ ദാറ്റ് ഓൾ മീൻസ് ദാറ്റ് യു ആർ ക്രിയേറ്റിംഗ് ഡേറ്റ അറൌണ്ട് ആൻ ഇൻഡിവിജ്വൽ. അപ്പൊ നമുക്ക് ഇപ്പോഴും പാക്കറ്റ്സ് ഓഫ് ഡേറ്റ ആർ അറൌണ്ട് യു ഇൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഓൾ വി നീഡ് ടു ഡു ഇറ്റ്സ് ബ്രിങ് ഇറ്റ് ടുഗദർ. ബട്ട് ദെൻ ദാറ്റ്സ് എ പ്രൈവസി ഓഫ് ദി ഇൻഡിവിജ്വൽ ഇസ് കണക്റ്റഡ്. 100% I agree with you. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് we need to be abreast of the technology. Second thing that you asked is about satellite. ഞാൻ ഈ മറ്റേ ഇവരുടെ സംസാരിച്ചു, പക്ഷേ he resigned as a CEO of India, ഈ ഇലോൺ മസ്കിന്റെ ഇത്. But the thing is very very costly. നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കോസ്റ്റ് ആണ്. അൺലെസ് അത് പെർവേസീവ് ആയിട്ട് അവരുടെ ബലൂൺസും സാറ്റലൈറ്റ്സ് ഒക്കെ ലോ ഓർബിറ്റ് സാറ്റലൈറ്റ്സ് ഒക്കെ വന്നാലേ പറ്റുള്ളൂ. അതർവൈസ് ടെക്നോളജി ഇസ് ദെയർ. ഐ മീൻ ഇപ്പം തന്നെ യുക്രൈനിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സാറ്റലൈറ്റ്, ഇലോൺ മസ്ക് കൊടുത്ത സാറ്റലൈറ്റ്സിന്റെ യൂസ് ആണ് നടക്കുന്നത്. Of course he can give it free now, but the point is these satellites are costly. Sending them up are more costly. നമുക്ക് കെ ഫോൺ വെച്ച് എല്ലാ മനുഷ്യനും കണക്ട് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. 100% we can do that. Then but ICFOS is a very good organization, government of Tamil Nadu, IT department. Dr. Shirley, she's heading it. So IC4 പണ്ട് ഈ നമ്മുടെ ഓപ്പൺ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഓപ്പൺ സോഴ്സ് ഒക്കെ ഭയങ്കര ഫാഷനബിൾ ആണ്. നമ്മൾ ലിനക്സും പല വേരിയൻസ് ഓഫ് യൂബിൻറ്റു ഒക്കെ ഞാനൊക്കെ ഭയങ്കര മിലിറ്റന്റ് ആയിട്ട് നടന്ന ഒരു കാലമുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. ബിക്കോസ് വി ആർ മോർ ലുക്കിംഗ് അറ്റ് ഓപ്പൺ സ്റ്റാൻഡേർഡ്സ്. ആൻഡ് നമ്മൾ ഈ ഓപ്പൺ സോഴ്സിന്റെ പുറത്ത് മിലിറ്റന്റ് ആയിട്ട് ഐഡിയോളജിക്കൽ ആയിട്ടും കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ദ പോയിന്റ് ഇസ് ദാറ്റ് ഈ നമ്മുടെ കോവിഡിന്റെ കാലത്ത് ഒരു 300 ഇന്ത്യൻസ്, മലയാളീസ് ഔട്ട്സൈഡ് ദ വേൾഡ്
അവർ കൊളാബറേറ്റ് ചെയ്ത് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്താണ് നമുക്ക് ഈ വാർഡിൽ ഈ ബെഡ് ഫ്രീ ആണോ എന്ന് അറിയുന്ന ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത് ഐ ഇന്ററാക്ട് വിത്ത് ദം എ ലോട്ട്. ഐ വാസ് അമേസ്ഡ് ബിക്കോസ് ദേ യൂസ് ഓൾ ഓപ്പൺ ടൂൾസ്. അപ്പം ഞങ്ങളും ഇപ്പം ഇൻഫർമേഷൻ കേരള മിഷനിലും ഓപ്പൺ ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി. ഇറ്റ്സ് നോട്ട് ഫോർ ഐഡിയോളജിക്കൽ റീസൺസ്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് കോസ്റ്റ് ഓൾസോ, വി ക്യാൻ റിഡ്യൂസ് കോസ്റ്റ്. ദെൻ ഹെൽത്ത് സെക്ടറിൽ എനിക്ക് വലിയ ഐഡിയാസ് ഇല്ല. ഞാൻ ഇപ്പോഴാണ് പതുക്കെ അതിനകത്തോടൊന്ന് നുഴയാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് ത്രൂ ഈ കെ ഫോൺ നമ്മൾ അവർക്ക് കുറെ ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് കണക്ടിവിറ്റിക്കൊക്കെ. പക്ഷെ ആസ് ഐ സെഡ് ഏർലിയർ, ഞാൻ എവിടെ പോയാലും എൻ്റെ ഡേറ്റ ഷുഡ് ബി അവൈലബിൾ അറ്റ് ബെക്ക് ആൻഡ് കോൾ. എൻ്റെ എക്സ്റേ, എൻ്റെ CT സ്കാൻ എല്ലാം അവൈലബിൾ ആയിരിക്കണം ടു ദ ഡോക്ടർ ടു സീ. ആൻഡ് ഡോക്ടറിന് ഇത് ഫിസിക്കലായിട്ട് പോലും വിസിറ്റ് ചെയ്യേണ്ട. ഐ ഷുഡ് ബി ഏബിൾ ടു സീ ഇറ്റ് ബൈ ഷെയറിംഗ് ദ ഡേറ്റ വിത്ത് ദം. സോ ആ ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇപ്പൊ അതെല്ലാം പലയിടത്തായിട്ടും ഡിസ്പാരേറ്റഡ് നടക്കുന്നുണ്ട്. ബട്ട് അറ്റ് പെർവേസീവ് ലെവൽ ഇത് ആകണം, ഇതായി തീരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ തിങ്ക് ഇറ്റ്സ് പോസിബിൾ. യങ് ഇന്ത്യൻസിന് നമ്മളെല്ലാം ഈ യങ് ആയിരിക്കും, നമ്മൾ ഭയങ്കര ഹോട്ട് ബ്ലഡഡ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ പേട്രിയോട്ടിസം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും, രാജ്യത്തിനോടുള്ള സ്നേഹമാണ് ഏറ്റവും വലുത്. അപ്പൊ രാജ്യത്തിനോടുള്ള സ്നേഹം എന്ന് വെച്ചാൽ ഈ ഭൂഖണ്ഡത്തിനോടുള്ള ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഇന്ത്യൻസിനെ എല്ലാം മാറ്റി നിർത്തിയിട്ട് നമുക്ക് ആ ഭൂമിയെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഓരോ മനുഷ്യനെയും സ്നേഹിക്കണം, കമ്പാഷനോടെ സ്നേഹിക്കണം. അത് എന്ത് ജെൻഡർ ആയാലും എന്ത് ജാതിയായാലും മതമായാലും അതിനൊക്കെ താണ്ടി നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ കൂടുതൽ വലിയ കാര്യമൊന്നുമില്ല. അതായിരിക്കും ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ഷുഡ് ഡ്രൈവ് us ഫോർവേഡ്. മനുഷ്യ സ്നേഹമായിരിക്കണം എല്ലാത്തിലും ഉത്തമമായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ ഒരു കാര്യം കൂടെ സാർ, സാറിന്റെ മിഷനും സെൻട്രൽ ഗവൺമെന്റിന്റെ സിസ്റ്റവുമായിട്ട് എങ്ങനെയാണ് സാർ ഒരു സഹകരണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളൊരു. സെൻട്രൽ ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഐ മീൻ വെരി വെരി സിസ്റ്റമാറ്റിക് അബൌട്ട് ഇറ്റ്. അതിൽ സംശയമൊന്നുമില്ല. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് എക്സലന്റ് ആയിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. And they are keeping abreast of what is happening across the world. So to that extent, I'm very inspired by what they're doing. Pala national digital health mission eduthalum, national urban digital mission eduthalum, pala karyangalum they have done great amount of work, especially on open source and all. So for example, digit enna one application nammal urban il use cheyyunnundu. That's an open source application. Appam paisa chelavu വളരെ വളരെ കുറവാണ്. So അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അതാണ് ഞാൻ വിചാരിക്കുന്നത്. വാട്ട് എവർ എനിബഡി ഡസ് എനിവെയർ ഇൻ ദ വേൾഡ്, ഐ തിങ്ക് വി ഷുഡ് ഹാവ് നോ ഷെയിം. സിംഗപ്പൂരിൽ പണ്ട് പ്രസിഡന്റ് ലീ ക്വാൻ യു പറഞ്ഞത്, ഹാവ് നോ ഷെയിം, ഗോ കട്ട് കോപ്പി പേസ്റ്റ്. അതാണ് പുള്ളി പറഞ്ഞത്. ഡോണ്ട് റീഇൻവെന്റ് ദ വീൽ. പുതിയ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. പഴയ കാര്യങ്ങളൊക്കെ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, എവിടുന്നായാലും നല്ല കാര്യമാണ്. I believe in that because idellam chelavanu. If for example you look at the application software development that's happening in different parts of the states, in different parts of India, ellarum software develop cheyyun endinanu ella ore system aanu, language maatrame maarunullu. Ida itrayum paisa chelavakki oruthirkku itrayum kaash kodukenda oru karyamilla. We will be sharing all this across India, across geographies, and we are very capable of doing it, but we waste a lot of money doing this ourselves. So that's a pity of it. Yeah. Thank you sir. Thank you sir. Thank you. 10 മണി വരെയാണ് സാർ അനുവദിച്ച സമയം. എന്നാലും ഒരു ചോദ്യവും കൂടി സുമേഷ്, മിസ്റ്റർ സുമേഷ് ഒന്ന്. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം സാധാരണഗതിയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന്റെ ജാതിക തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളിൽ ഒക്കെ ജാതി തെളിയിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ 3 വർഷമൊക്കെ അടുപ്പിച്ച് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങാന്നുള്ളൊരു ഒരു ചടങ്ങായിട്ട് നടന്നിട്ടുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ജാതി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് എന്തിനു വേണ്ടിയിട്ടാണ് വീണ്ടും 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 ജാതി ചോദിക്കേണ്ട ആവശ്യം തന്നെ വരേണ്ട കാര്യമില്ല, ഒരു ഡാറ്റ സേവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതൊരു പ്രാക്ടിക്കലായിട്ടൊരു ചോദ്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം, ഇപ്പം സാധാരണഗതിയിൽ ഒരു ഡോക്ടറായിട്ട് പഠിക്കുന്ന ഒരാള് ആതുര സേവനത്തിനായിട്ടാണ് നീക്കി വെക്കേണ്ടതെന്ന് പറയുന്നു. അപ്പൊ അയാള് ഒരു അഡ്മിനിസ്ട്രേഷനിലേക്കൊക്കെ പോകുമ്പോൾ അത്തരം ഒരു സാധ്യത ഇല്ലാതാകുകയാണ്. അപ്പൊ അത് നല്ല പ്രവണതയായിട്ടാണ് തോന്നുന്നത്. ഒരാൾ ഈ അടുത്ത് എഴുതിയിട്ടതാണ്, അതൊരു തെറ്റായ പ്രവണതയാണ്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഓക്കെ, ഫസ്റ്റ് സുമേഷ് on caste, it's basically because of this positive discrimination. അപ്പം നമുക്ക് റിസർവേഷൻ്റെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പക്ഷേ ആസ് യു സെഡ്, അത് വൺ ടൈം ആണ്. അത് ചോദിക്കേണ്ട, അത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, അത് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയുന്നത്. അത്
അവൈലബിൾ ആണെങ്കിൽ if it's a necessity, that certificate is necessary, automatically അത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്ത് എന്താണ് വന്ന് നമ്മുടെ ആധാർ വാൾട്ടിൽ ഇടേണ്ടതാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഐ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് യു. സെക്കൻഡ് ഇസ് ഓൺ ഡോക്ടേഴ്സ് ബിക്കമിങ്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആണ് എന്നെ IAS ഇന്റർവ്യൂവിൽ 2 പ്രാവശ്യം ഒരേ ബോർഡിലാണ് ഞാൻ പോയത്. അപ്പം അവർ ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ്, ഡോക്ടർ ഇത്രയും കാശൊക്കെ ചിലവാക്കിയിട്ട് നിങ്ങൾ, അപ്പം എന്റെ ആൻസർ ഇതായിരുന്നു, ഡോക്ടർ എന്ന് പറയുമ്പം ഐ ഗെറ്റ് എ ഫെയർലി ബിഗ് ഫീൽഡ് ടു വർക്ക്. ബട്ട് ഒരു IAS ഓഫീസർ ആകുമ്പം ഈ ക്യാൻവാസ് എന്ന് പറയുന്നത് ഭയങ്കര ബിഗ് ആണ്. അപ്പം ഗവർണൻസിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യമാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് തരുന്നത്. ആ ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും ഇറ്റ്സ് ബേസിക്കലി ഒരു ഗ്രാജുവേഷൻ മതി ഈ എക്സാമിന് എഴുതാൻ. വലിയ വി ആർ ഓൾ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്, ഒരു കാര്യത്തിന്റെ മാസ്റ്റർ അല്ല. പക്ഷേ we learn on the way is administration. Basically it's about management. So ഇപ്പൊ ഞാനിപ്പോ ഒരു 27 years വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് എനിക്ക് വേണ്ടി 5 വർഷം ലെറ്റ്സ് സേ ഒരു 50 ലക്ഷം ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഒരു 500 കോടിക്കുള്ള വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ the work that I have churned out is much better. അപ്പം എന്നെ അത് ഗവൺമെന്റ് യൂസ് ചെയ്തതും അവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട്, സൊസൈറ്റിക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഈ 500 കോടി ഞാനും ഉണ്ടാക്കാം, എനിക്കും ഉണ്ടാക്കാം എന്നുള്ള രീതിയിലും പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. അപ്പം ഈ അഡ്മിനിസ്ട്രേഷനിൽ IAS ആയാലും ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും ആര് വന്നാലും നല്ല ആൾക്കാർ, നല്ല മനസ്സുള്ള, നല്ല എന്തോ ഒരു ബോട്ടണി പഠിച്ചിട്ട് IAS വന്നാലും നല്ല മനസ്സിന്റെ ഉടമകളായി നമ്മൾ സെൽഫ് അഗ്രൻഡൈസിങ് ബ്യൂറോക്രാറ്റായി മാറും, ആൻഡ് വോട്ട് സീക്കിംഗ് പൊളിറ്റീഷ്യൻസ് ആയി മാറും. നമ്മൾ സൊസൈറ്റിയെ പറ്റി മാത്രം ചിന്തിക്കുന്ന മനുഷ്യന്മാരായി മാറണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിക്കോസ് നമുക്കെല്ലാം ഉണ്ട്. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ IAS ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര സാലറി ഒക്കെയാണ് വിചാരിച്ചു. പക്ഷെ 5000 രൂപയാണ് ഫസ്റ്റ് മന്തിലെ സാലറി കിട്ടിയത്. 5000 രൂപ. അപ്പൊ എന്റെ കുക്കിനൊക്കെ നമ്മൾ കൊടുത്ത് 2000 രൂപയാണ് വീട്ടില്. ഇപ്പൊ എന്റെ സാലറി എന്ന് പറയുമ്പോൾ ഒരു 3-3.5 ലക്ഷം താണ്ടിയിട്ടുണ്ട്. അപ്പൊ എത്ര ടൈംസ് ആയി? 5000 എത്ര ടൈംസ് ഇൻക്രീസ് ആയി. പക്ഷെ ഈ കുക്കിന്റെ ഒക്കെ സാലറി 2000 ആണെങ്കിൽ 10000 രൂപ അല്ലെങ്കിൽ 12000 രൂപയ്ക്കുള്ളിൽ പോയിട്ടില്ല. ഹൗ മെനി ടൈംസ്? 4 ടൈംസ് 5 ടൈംസ്. അപ്പൊ ഡിസ്പാരിറ്റീസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അത് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് തിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം നമ്മുടെ ഇത് കുറയ്ക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ദ പോയിന്റ് ഇസ്, ഈ മറ്റുള്ളവരുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ലീഡർഷിപ്പ് ഇരിക്കുന്ന പൊസിഷനിലുള്ള ആൾക്കാർക്കേ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു 10,000 കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഈ ബാലവേല, ഈ 10,000 ഔട്ട് ഓഫ് സ്കൂൾ ചിൽഡ്രൻ. അതിനാണ് എനിക്ക് ഡോക്ടർ അബ്ദുൽ കലാം എന്നെ പറ്റി ബെസ്റ്റ് എന്ന് പറഞ്ഞ് പാർലമെന്റ് സംസാരിച്ചത്. 10,000 കുട്ടികളെയാണ് തിരിച്ചു കൊണ്ടുവന്നത്. ആ കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ പലവരും ഇപ്പൊ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് കൃഷ്ണഗിരി ഡിസ്ട്രിക്റ്റില്. അപ്പം അതൊരു മാസീവ് വർക്കായിരുന്നു. അത് മേ ബി എന്റെ മനസ്സിലുള്ള ആ ഡോക്ടറിന്റെ ഒരു ആതുര സേവന ചിന്ത ആയിരിക്കും അതിന് പ്രചോദനമായത്. അതൊരു ആസ്പെക്ട് ആണ്. അപ്പം എന്റെ പല സ്കിൽസും, ഞാൻ എന്റെ ബാച്ച്മേറ്റിന്റെ തലയിൽ വലിയൊരു കല്ല് വീണ് 22 സ്റ്റിച്ച് ഷൂലേസ് ഇട്ട ആളാണ് ഡീപ് ഫോറസ്റ്റില്. എന്നിട്ട് അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ ഇന്ത്യൻ എയർഫോഴ്സ് കൊണ്ടുപോയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ് ഈ ഡിഡ് എ ഗ്രേറ്റ് ജോബ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പം എന്റെ മെഡിസിന് പോയതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. സ്റ്റേറ്റിനും നാട്ടുകാർക്കൊക്കെ ഗുണമുണ്ടായിരുന്നു. നല്ല മനുഷ്യരാണെങ്കിൽ അത് ഇപ്പം MBBS പഠിക്കാതെ ഒന്നും പഠിക്കാതെ നേരെ IAS കിട്ടുകയാണെങ്കിൽ, ഇഫ് യു ആർ എ കറപ്റ്റ് ഓഫീസർ യു ആർ എ ലയബിലിറ്റി. പോയിന്റ്, നന്മ ചെയ്യണമെങ്കിൽ നേർമ വേണം. നേർമയുണ്ടെങ്കിൽ നന്മ ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് യു വിൽ ബി ഡൂയിങ് എ ഫുൾ ജോബ്. അത് ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും സാധാരണ ഒരു ഡിഗ്രി പഠിച്ച ആളായാലും ഇതിന്റെയൊക്കെ ഉടമകളായെങ്കിലേ നമുക്ക് നാടിനെ സേവിക്കാൻ പറ്റുള്ളൂ. അതാണ് എന്റെ ആൻസർ, സുമേഷ്. ഒരു കൺവെർജൻസിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇനിയിപ്പം NEP ഒക്കെ വരുന്നതോടെ വളരെ പെയിന്റേഴ്സും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ വരണം. നിങ്ങളെ IAS നല്ലൊരു ഇതിലേക്ക് പോകുന്നു. മുരളി സാർ ആ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൊള്ളായിരുന്നു. അയ്യോ വേണ്ട. I will skip. I'm sure I'll have many opportunity to interact bilaterally as well as maybe in a smaller group. ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ തൃക്കാക്കര ഇലക്ഷൻ ഒക്കെ ഇങ്ങനെ കത്തിവെക്കുന്ന സമയത്ത് probably that would be appropriate. But I just want to say I've been listening. I actually didn't know that my camera was on, but I want to once again thank you as well as Dr. Lal and Shiraz. Thank you. Thank you, Santhosh sir.
ഇതിലൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സാർ, ഈ ഇൻഫർമേഷൻ കേരള മിഷൻ LSTD കമ്പ്യൂട്ടറൈസേഷന്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് നമ്മൾ ഇനി കാണാനിരിക്കേണ്ടതാണ്. കാര്യം ഇതിന്റെ ഒരു ഏറ്റവും ഈ പിന്നെ പഞ്ചായത്തുകളെയൊക്കെ എംപവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാക്ക് ബോൺ ആയിട്ട് മാറേണ്ട ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അത് എത്രത്തോളമാണ് സാർ, എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നത്? വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ ഇതിൽ വന്നത്. വിജയാനന്ദ് സാർ പഴയ ചീഫ് സെക്രട്ടറി, ഹീസ് ദി SFC ചെയർമാൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ അദ്ദേഹമാണ്. അതുതന്നെ സന്തോഷം, ഒരു റിപ്പോർട്ട് എനിക്ക് വേണം ഓൺ IKMന്റെ പ്രവർത്തനങ്ങൾ ഫീൽഡിൽ. ഞാനൊരു 10-200 പേജിന്റെ ഫീൽഡിലൊക്കെ പോയി അന്തം വിട്ടുപോയി. ഇത് PV ഉണ്ണികൃഷ്ണൻ സാറൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയത് 10-25 സോഫ്റ്റ്വെയർസ് ആണ്, മാസീവ് സോഫ്റ്റ്വെയർസ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് കണ്ടിട്ടില്ല. പക്ഷേ ദ പ്രോബ്ലം ഇസ്, ഇത് നമ്മുടെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇത് കുറേ സോഫ്റ്റ്വെയർസ് ആകുമ്പോൾ ഓരോ സോഫ്റ്റ്വെയറിലും ബൂട്ട് ചെയ്ത് പിന്നെ റീബൂട്ട് ചെയ്യണം, അപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതെല്ലാം. അപ്പോൾ ആ 2016 ILGMS എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ അവർ ഇന്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. So my job is to integrate all the applications so that, as I said, it's not file based, it's citizen based. അപ്പം ആ രീതിയിലാണ് നമ്മളത് കാണുന്നത്. അത് I am giving myself 1 year because ഇതിന്റെ ബേസിക് സ്ട്രോങ് ഫൗണ്ടേഷൻ അവർ ലേ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ IKM ടീം ലേ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് വെരി വെരി ഈസി ഫോർ മീ ടു ഡു ദിസ് വർക്ക്. ഇപ്പോഴത്തെ ടെക്നോളജി ഒക്കെ വളരെ ഡിവോപ്സും മൈക്രോ ആർക്കിടെക്ചറും ഒക്കെ കൊണ്ടുവരുമ്പം ഇറ്റ് ബിക്കംസ് എക്സ്ട്രീംലി ഈസി ടു ഡു ദിസ്. ഇപ്പം ഫൗണ്ടേഷൻ ഇത്ര സ്ട്രോങ് ആയതുകൊണ്ട് I think we can deliver a world class product. That's my feeling. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ IKMൽ എൻ്റെ ഇതായിട്ട് പറഞ്ഞത്. ഒന്ന്, ഫസ്റ്റ് ഇസ് that no citizen should ever visit a government office, any panchayat, any അവരുടെ എല്ലാ സർവീസും ഈ മൊബൈൽ ഫോണിൽ, സ്മാർട്ട് ഫോണിൽ. സെക്കൻഡ് ഇസ് നമ്മളുടെ സ്റ്റാഫ് മൊത്തം they should be having an enjoyable experience working in office. അവർക്ക് സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും ആങ്സൈറ്റിയുടെ ആവശ്യമില്ല. മൂന്നാമത് IKM ഒരു IBM ആക്കി മാറ്റണം. ബിക്കോസ് അവർ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് മാസീവായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഇരിക്കുകയാണ്. വി ക്യാൻ സെൽ ഇറ്റ് ഇൻ അതർ സ്റ്റേറ്റ്സ്, ഇൻ അതർ കൺട്രീസ്, ആഫ്രിക്ക, അങ്ങനത്തെ. സോ പോസിബിലിറ്റീസ് ആർ ഹ്യൂജ്. സോ ഇതാണ് എൻ്റെ ഡ്രീം. സാർ, ഇതിലും ഈ പ്ലാൻ സബ്മിഷനിലേക്കാണ് നമ്മൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. കാര്യം വെച്ചാൽ ഇപ്പോഴും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇതില്ലാത്തതുകൊണ്ട് ഈ ഓരോ പ്ലാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഈ പ്രോസസ് എല്ലാം മാനുവലി ചെയ്യുക. ഇവർ വരികയും കാണുകയും ഈ ചെയ്യുന്ന പ്രോസസ് എല്ലാം ചെയ്യാണ്. ഇതൊരു വല്ലാത്ത റിപ്പിറ്റേഷനും വല്ലാത്ത ഇഷ്ടമാണ് ഇത് കാണുമ്പോൾ. ഈ ഞാനൊരു പഞ്ചായത്ത് ഓഫീസിൽ ചെന്നപ്പോൾ പുള്ളി എല്ലാം ഫയൽ ഒന്നുമില്ല, എല്ലാം ഇവിടെ ഒളിച്ചു വെച്ചിരിക്കുക ഫയൽസ് ഒക്കെ. ഫിസിക്കൽ ഫയലും ഓൺലൈൻ ഫയലും. ഇത് ഞാൻ പറയുന്ന ഈ പേപ്പർ ബാൻ ചെയ്യണം ഗവൺമെന്റില്. എന്ന് നമ്മൾ ഈ പേപ്പർ ബാൻ ചെയ്യുമോ അന്നാണ് ഇത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആകാൻ പോകുന്നത്. ബിക്കോസ് അതർവൈസ് ഈ കുറേ പേരുണ്ട് ഈ പേപ്പർ വെച്ചുള്ള ഒരു കളിയാണ്. അവർക്ക് അതാണ് കംഫർട്ടബിൾ. സ്ലോ ഡൗൺ ചെയ്യാനൊക്കെ ഉള്ള ഈ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ആരാണ് എത്ര സെക്കൻഡ് മിനിറ്റ് ഒരു ഫയൽ ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഫിസിക്കൽ ഫയലാണെങ്കിൽ വലിയ പീരിയോഡിക്കൽ രജിസ്റ്ററൊക്കെ പോയി നോക്കേണ്ട ഒരു ഇത് വരും. അപ്പം ഐ തിങ്ക് വി ഷുഡ് ബി മൂവിങ് ടു ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷണൽ തോട്ട് പ്രോസസ്സിൽ പോയാലേ നമുക്ക് ഈ എസ്റ്റോണിയയുടെ ലെവലിൽ എത്താൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് വി ആർ ദേർ, വി ജസ്റ്റ് നീഡ് ടു ടേക്ക് ദ ജംപ്. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. താങ്ക് യു സർ. വളരെ എനർജറ്റിക് ആയിട്ടുള്ള വളരെ നീണ്ട ഒരു ഇതാണ് സാർ തന്നത്. ഞങ്ങൾക്കൊരു പ്രഭാഷണം തന്നത് വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇതിൽ ഒരുപാട് പേര് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇത് ഡോക്ടർ SS ലാൽ ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം ഇതിൽ ഈ ഒരു ഇടയ്ക്ക് വെച്ച് മാറേണ്ടി വന്നത്. സാറിന്റെ ഇന്നത്തെ വന്നത് ഇനിയും ഞങ്ങൾക്ക് തുടരണമെന്നാണ്. ചാറ്റില് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു ചാറ്റില്. സാറിന്റെ സമയം ഒത്തിരി ആയതുകൊണ്ട് 10:30 കഴിഞ്ഞുകൊണ്ട് what we can also do is എന്റെ മൊബൈൽ നമ്പർ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ that's a WhatsApp number also. You can always എനിക്കും നമുക്ക് ആൾക്കാർ എത്രയോ നിങ്ങളെയൊക്കെ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. അപ്പൊ എനിക്കും നിങ്ങളെ പരിചയപ്പെടാനുള്ള ഭാഗ്യമാണ് കിട്ടിയത് ത്രൂ ദിസ് പ്ലാറ്റ്ഫോം കോൾഡ് ഫ്രൈഡേ ഓപ്പൺ. ഇത് അപ്പം നിങ്ങൾ എനിക്ക് ഒരുക്കി തന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്. നോട്ട് ദാറ്റ് മെനി പീപ്പിൾ ആർ ദേർ, ബട്ട് ഡെഫിനറ്റ്ലി ദി വേർഡ് വിൽ സ്പ്രെഡ് അറൌണ്ട്. ഐ വിൽ ബി ഏബിൾ ടു മീറ്റ് മോർ പീപ്പിൾ, ദേ വിൽ ബി ഏബിൾ ടു മീറ്റ് us. ഗവൺമെന്റും സിറ്റിസൺസ് തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. Thank you, Dr. Siras. Thank you very much, sir. Thank you very much. Okay, ഇന്നത്തെ ഈ ഫ്രൈഡേ ഓപ്പൺ ഹൗസ് ഇതോടുകൂടി തീരുകയാണ്. എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. Thank you. Thank you, sir. Thank you, Santhosh. Thank you all of you. God bless.